نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധ ഹറമിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏകദേശം എത്തുകയും അവിടേക്ക് പോവുകയും ഹജ്ജിന് വേണ്ടി തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ നാട്ടിൽ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളും സജീവമായി നിൽക്കുന്നു. ബലിപെരുന്നാളിനെ പ്രതീക്ഷിച്ച് അതിൻ്റെ സുന്നത്തുകളായ കാര്യങ്ങളിൽ നമ്മളും മുഴുകി ജീവിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾക്ക് ഗുണപാഠമായി അള്ളാഹു പറഞ്ഞു തന്ന വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ അനേകം പ്രാർത്ഥനകളിലെ 2 പ്രാർത്ഥനകളാണ്. ഈ 2 പ്രാർത്ഥനകൾ ഇന്ന് നമ്മൾ ഖുത്ബയിൽ പറയാനുള്ള കാരണം, അത് തെരഞ്ഞെടുക്കാനുള്ള കാരണം, ഒന്ന്, 2 പ്രാർത്ഥനകളും ഏകദേശം നമ്മൾ കേട്ടു പരിചയമുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും ചൊല്ലാൻ സാധിക്കണം എന്നതുകൊണ്ടാണ് ഈ 2 പ്രാർത്ഥനകൾ നമ്മൾ ഇന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. 2, ഈ 2 പ്രാർത്ഥനകളിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരലോക ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥനയിൽ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ പരലോക രക്ഷയ്ക്ക് വേണ്ടി എന്താണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അതിനുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവെ സ്വർഗം നൽകണമെന്ന് മാത്രമല്ല, സ്വർഗം കിട്ടാൻ ഇന്നാലിന്ന കാര്യങ്ങൾ കൂടി വേണമല്ലോ, അതുകൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഖുത്ബയുടെ ഭാഗമായി സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത് സുപരിചിതമായ പ്രാർത്ഥനയാണ്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, നീ എന്നെ നാളെ പരലോകത്ത് അപമാനിക്കല്ലേ നാഥ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. നാഥ, ആ പരലോകത്ത് സമ്പത്തോ മക്കളോ കുടുംബമോ ഒന്നും ഉപകാരപ്പെടുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം. ഖൽബുൻ സലീമായി പരലോകത്തെത്തുന്നവർക്കൊഴികെ മറ്റൊന്നും ഉപകാരപ്പെടാത്ത ആ പരലോകത്ത് നീ എന്നെ അപമാനിക്കല്ല നാഥ. ഒന്നുകൂടി ആ പ്രാർത്ഥന പറയാൻ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, നീ നാളെ പരലോകത്ത് എന്നെ അപമാനിക്കല്ലേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തോ കുടുംബമോ ഉപകരിക്കാത്ത ലോകം. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം. ഖൽബുൻ സലീമായി നാളെ പരലോകത്തെത്തുന്നവർക്ക് മാത്രം വിജയിക്കാൻ കഴിയുന്ന ലോകം. ഇതിൽ ആദ്യത്തെ ഭാഗം, അള്ളാഹുവെ നീ എന്നെ നാളെ പരലോകത്ത് അപമാനപ്പെടുത്തല്ലേ എന്നാണ്. സോങ്ങളെ, അഭിമാനം എന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രധാനമാണ്. നമ്മുടെ ദുനിയാവിൽ ആലോചിച്ച് നോക്കി, നമ്മുടെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക.
അപമാനപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക? ചില സ്ഥലത്ത് നമ്മൾ ഇരിക്കൂല, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ എഴുന്നേറ്റ് പോവും. എന്തേ പോണത്? ഒന്നുമില്ല, അവിടെ ഇരുന്നാണ്ടല്ലോ, ഉള്ള മാനം പോകും. നമ്മുടെ വാക്കാണ്, ഉള്ള മാനം പോകും. ചില സംഗതിക്ക് നമ്മൾ പൈസ കൊടുക്കും. എന്തേ കൊടുക്കണത്? ഒന്നുമില്ല, കൊടുത്തിട്ടില്ലെങ്കിൽ അത് മാനക്കേടായി മാറും. നമ്മുടെ സംസാരത്തിൽ വരുന്ന വാക്കാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് കോപിച്ചാൽ നമ്മൾ മിണ്ടാതെക്കണതാണ് അഭിമാനത്തിന് നല്ലത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളോട് പറയും, ഇന്നാലിന്റെ കാര്യത്തിലൊന്നും പോയിട്ട് നമ്മളെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്ന കാര്യത്തിൽ പെടരുത് കേട്ടോ. സഹോദരങ്ങളെ, അഭിമാനം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. അള്ളാഹു റസൂൽ അങ്ങനെ തന്നെ പറഞ്ഞു, അഭിമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ദുനിയാവിൽ നമ്മൾ ജാഗ്രതയുണ്ടാകുന്നു, ക്ഷമിക്കുന്നു, കൊടുക്കുന്നു, ഇരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു, സംസാരിക്കുന്നു, സംസാരം നിർത്തുന്നു, എല്ലാം ചെയ്യുന്നു. നല്ല കാര്യമാണ്. പക്ഷെ ദുനിയാവിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? എത്ര നമ്മൾ സംരക്ഷിച്ചാലും ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ അപമാനത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരും. ഒന്നുകിൽ നമ്മളെ മക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കേൾക്കേണ്ടി വരും. ഇനി ഒന്നുമില്ല, നാട്ടുകാരെയൊക്കെ വെറുതെ കേൾക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരാള്, ഒരു മനുഷ്യൻ 10 സാധുക്കൾക്ക് വീട് ഉണ്ടാക്കി വെച്ചു എന്ന് വെക്കുക. സ്വതക്കയായി 10 സാധുക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. നാട്ടിലെ 95% ആൾക്കാരും അൽഹംദുലില്ലാഹ് നല്ല മനുഷ്യൻ എന്ന് പറയുമ്പം 5% ആൾക്കാരുണ്ടാവും. ഓലെന്താ പറയോ? ഓന് കൊടുത്തൂടെ? ഓന് തറവാട് വക എത്രക്കാന് പൈസ ഉണ്ട്. എന്റെ അഭിപ്രായത്തിലോ 25 കൊടുക്കണം എന്നാണ്. 10 കൊടുത്തിട്ടുള്ളൂ. ബാക്കി 5% ബാക്കി ഇയാൾ ഇപ്പോഴും കുറ്റക്കാരനാണ്. ആ പറയണോൻ ഒരു ഇഷ്ടിക പോലും കൊടുത്തിട്ടുണ്ടാവില്ല, ഒരു വെട്ടല് പോലും കൊടുത്തിട്ടുണ്ടാവില്ല, 20 ഉറുപ്പ്യന്റെ ഒരു സീറോ ബൾബ് വാങ്ങി കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ വർത്താനത്തിൽ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടേ നിൽക്കും. അത് ദുനിയാവിന്റെ ഒരു പ്രകൃതാണ്, ദുനിയാവിന്റെ പ്രകൃതാണ്. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ, ദുനിയാവിൽ ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്നെപ്പറ്റി ആളുകൾ എന്റെ കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നൊക്കെ കുറ്റങ്ങളും കുറവുകളും അപമാനപ്പെടുത്തുന്ന വാക്കൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. പക്ഷെ നാഥ, ലോകത്തെ ഏറ്റവും വലിയ അപമാനം ഏതാണ്? അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ അപമാനം ഏതാണ്? ഖുർആന്റെ ആയത്ത്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈതഹു. ലോകത്തെ ഏറ്റവും വലിയ അപമാനം നരകത്തിക്ക് നമ്മളെ അള്ള ഇടുന്നത് മുതൽ ആരംഭിക്കാൻ. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെയിൽ പൂർണ്ണ നഗ്നരായി ചങ്ങലകളിൽ ബന്ധിച്ച് നമ്മുടെ മുഴുവൻ രഹസ്യവും പരസ്യവും ആളുകളുടെ മുന്നിൽ അള്ളാഹു പ്രദർശിപ്പിച്ച് നമ്മൾ ചെയ്ത കുറ്റങ്ങൾ അള്ളാഹു പ്രഖ്യാപിച്ച് ഗ്രന്ഥം കൈകളിൽ തന്ന് കുറ്റവാളിയാണ് എന്ന് ലോകരുടെ മുന്നിൽ, നമ്മുടെ കുടുംബത്തിന്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തി ചങ്ങലകളിൽ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും ദുനിയാവിലും പരലോകത്തും ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടാനില്ല. ഇതാണ് ഖുർആൻ പറയണത്. ലോകത്തെ ഏറ്റവും വലിയ അപമാനം, നമ്മളെ പറ്റി ഒരാൾ ഇല്ലാത്തത് പറയണല്ല, സങ്കടം ഉണ്ടാവും. ഏറ്റവും വലിയ അപമാനം എന്താ അറിയോ? ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത വിധം ലോകത്ത് സങ്കടങ്ങൾ, ഖേദങ്ങൾ, നെടുവീർപ്പുകൾ, അട്ടഹാസങ്ങൾ, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും വേദനകൾ മാത്രം അനുഭവിക്കാൻ, തിരിച്ച് സംസാരിക്കാൻ കഴിയാത്ത, ന്യായീകരിക്കാൻ കഴിയാത്ത വിധം നമ്മൾ നരകത്തിലകപ്പെട്ടു പോവുക. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ അപമാനം. നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബഅതൂൻ. അല്ലാഹുവേ, ദുനിയാവിൽ ഞാൻ എന്തൊക്കെ നന്മ ചെയ്താലും എന്നെ പറ്റി ആൾക്കാർ കുറ്റം പറഞ്ഞു കൊടുക്കും, പ്രശ്നമില്ല. പക്ഷെ പരലോകത്ത് നാഥ, നീ എന്നെ അപമാനപ്പെടുത്തല്ലേ, അവിടെ ഞാൻ നരകത്തിലാന്ന് പറയല്ലേ. എന്താണ് നരകത്തിന്റെ പ്രത്യേകത? എന്താണ് പരലോകത്തിന്റെ പ്രത്യേകത? യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ. പൈസ കൊണ്ടും അധികാരം കൊണ്ടും കുടുംബക്കാരൊന്നും രക്ഷണ്ടാവില്ല. ദുനിയാവിലെ കഴിയും. നിങ്ങളെ ദുനിയാവിൽ കണ്ടല്ലോ, ഒരു കാലഘട്ടത്ത് അപമാനത്തിൽ ജീവിച്ച മനുഷ്യന്മാര് സാമ്പത്തികമായി ഉയർന്നു കഴിഞ്ഞ് ആ പൈസ കൊണ്ട് ഇതൊക്കെ റിക്കവർ ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ ഒരു കുട്ടിയിൽ നിന്ന് അപമാനപ്പെടുത്തുന്ന പ്രവർത്തനം ഉണ്ടായി, നാട്ടിൽ മുഴുവൻ പാട്ടായി. ബാക്കി 3 മക്കൾ നല്ലപോലെ വളർത്തിയ ആൾക്കാർ പറയും, ആ ഒന്നാമത്തോ മാത്രം പഴവ്, ബാക്കി 3 കുട്ടികളും ആ കുടുംബത്തിന്റെ മാണിക്കക്കല്ല എന്ന് പറയും. ആ വാപ്പിമ്മ എന്തൊരു നല്ല വാപ്പിമ്മ എന്ന് പറയും. മക്കളെ കൊണ്ടും പൈസ കൊണ്ടും ദുനിയാവിലെ അഭിമാനക്ഷതങ്ങൾ പരിഹരിക്കാൻ കഴിയും. പരലോകം അന്ന് നേർക്ക് നേരെ പറഞ്ഞ്, മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയിൻ വലാ ശഫീഅ. ഒന്നുകൊണ്ടും കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് മാത്രം അപമാനം നികത്താൻ കഴിയുക?
പരലോകത്ത് നരകത്തിലേക്ക് പോവുക എന്ന അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുമാത്രം കഴിയ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത. പടച്ചോനെ, പരലോകത്ത് അപമാനിക്കപ്പെടല്ലേ എന്ന് മാത്രല്ല, അപമാനിക്കപ്പെടാതിരിക്കാൻ എന്തു വേണം? ഖൽബുൻ സലീം വേണം. അതുകൂടി നീ നൽകണമേ നാഥ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളണമെന്ന് അറിയോ? ഖൽബുൻ സലീം ഉള്ളവനെ നരകമോചനമുള്ളൂ. ആ ഖൽബുൻ സലീം ഉണ്ടാകാനും നരകമോചനത്തിൽ നിന്ന് പരലോകത്ത് അപമാനിക്കപ്പെടാതെ നരകമോചനം ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ എന്താ ഖൽബുൻ സലീം? വളരെ വ്യക്തമായിട്ട് തഫ്സീറുകൾ കാണാം. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ അൻ യഅലമ അന്നല്ലാഹ ഹഖ്കുൻ. യുവാക്കൾ കൂടി ഇത് കേൾക്കേണ്ടതാട്ടോ. പുതിയ കാലഘട്ടത്ത് പെൺകുട്ടികളടക്കം അന്നല്ലാഹ ഹഖ്കുൻ, പടച്ചോണ്ട് ഉറച്ചു വിശ്വസിക്കുക. വ അന്ന സഅത ആതിയ, അന്ത്യനാൾ വരും എന്ന് വിശ്വസിക്കുക. ലാ റൈബ ഫീഹ, അതിലൊരു സംശയം ഉണ്ടാകരുത്. വ അന്നല്ലാഹ യബ്അതു മൻ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്ന് അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിച്ച് വിചാരണക്ക് കൊണ്ടുവരും. സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണുണ്ട്, മീസാനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആ ഹൃദയത്തിനാണ് ഖൽബുൻ സലീം. ഒന്നുകൂടി ലളിതമായിട്ട് പറയണം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിശ്വസിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹൃദയമുള്ളവനാണ് ഖൽബുൻ സലീം. ആ ഖൽബുൻ സലീം ഉള്ളവന് മാത്രമാണ് പരലോകത്ത് അപമാനപ്പെടാതെ സ്വർഗത്തിലെത്താൻ കഴിയുക. ഇബ്രാഹിം നബിന്റെ തേട്ടം, പടച്ചോനെ, ആ ഖൽബുൻ സലീമോടുകൂടി പരലോകത്ത് അപമാനിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പ്രാർത്ഥന എടുക്കാൻ ഒരു കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഖൽബുൻ സലീം ആകണ്ടേ? ഇത് അതിന് പറ്റിയ മാസാണ്. ഇത് ദുൽഹിജ്ജ മാസാണ്. ഇന്ന് ദുൽഹിജ്ജ 4 ദുൽഹിജ്ജ മാസത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം, എന്നാലും പറയാൻ, നമ്മുടെ ഹൃദയം നമ്മൾ ഈ ഖുത്ബക്ക് ശേഷം നമ്മൾ ആലോചിച്ച് ഖൽബുൻ സലീം ആക്കി കൊണ്ടുവരണം. അതുകൊണ്ടാണ് പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകത 1 മുതൽ 10 വരെ. ഇപ്പൊ നമ്മൾ ഈ ജീവിക്കണ ഈ ദിവസം ഉണ്ടല്ലോ, 1 മുതൽ 10 വരെയുള്ള 4ാമത്തെ ദിവസമാണ് വെള്ളിയാഴ്ച. ഈ 1 മുതൽ 10 വരെ എന്നുള്ളതിനെ പറ്റി പ്രവാചകൻ പറഞ്ഞത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. അള്ളാഹ് ഉണ്ടാക്കിയ ദിവസങ്ങളിൽ 10 ദിവസങ്ങൾ ചേർന്നു വരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠം ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണ്. പ്രയോഗിച്ച പ്രയോഗം എന്നറിയോ? അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. ഫദ്ലല്ല, അഫ്ളൽ. രണ്ടാമത്തെ നബിന്റെ വാക്കെന്നറിയോ? അഹബ്ബു ഇലല്ലാഹ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അഹബ്ബാൻ, ഹുബ്ബല്ല, ഏറ്റവും ഇഷ്ടം. അപ്പൊ സഹാബാക്കള് നബി ഇതിന്റെ കൂലി ഇങ്ങനെ പറഞ്ഞപ്പോഴേ സഹാബാക്കൾ നബിനോട് ചോദിച്ചു, നബിയെ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും വലിയ കൂലിയാണ് നബിയെ പറയുന്നത്. അപ്പം ആ കൂലി ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന അയാളുടെ അത്ര കൂലി കിട്ടോ? നബിനോടുള്ള ചോദ്യമാണ്. ഇല്ലാർ എന്താ ഖാലു വലാ അൽ ജിഹാദ്, ജിഹാദ് ചെയ്തതിന്റെ കൂലി കിട്ടോ? നബിന്റെ ഉത്തരം ശരിക്കും നമ്മൾ കേൾക്കണം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, വലൽ ജിഹാദ്, ജിഹാദ് ചെയ്തവനേക്കാളും കൂലി ഉണ്ടാകും ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നല്ല നീയത്തോടുകൂടി പടച്ചോന്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന്. നബി ഒരു ക്ലോസ് വെക്കാണ്. എന്താണ് ക്ലോസ്? ഇല്ലാ റജുലിൻ, ഒരു മനുഷ്യനൊഴികെ, ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ. ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് പോയി, സമ്പത്തും കൊണ്ടുപോയി, ശരീരം കൊണ്ടുപോയി. അദ്ദേഹം ആ സമ്പത്തും ശരീരവും പൂർണ്ണമായും പടച്ചോന്റെ മാർഗത്തിൽ കൊടുത്തു, അഥവാ ഷഹീദായി. ഷഹീദിന്റെ ദറജയ്ക്ക് എത്തൂല, പക്ഷെ ജിഹാദ് ചെയ്തവനേക്കാളും കൂലി ഉണ്ടാവും. അതിലെ 4ാമത്തെ ദിവസം നമ്മുടെ മനസ്സ് ഖൽബുൻ സലീമാക്കാൻ, അതുവഴി പരലോകത്ത് അപമാനിതനാകാതിരിക്കാൻ അള്ളാഹു നമ്മൾക്ക് തന്ന ഈ സമയത്തെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം. പകുതിയാകാനായി ഉപയോഗപ്പെടുത്തണം. എന്താ ഉപയോഗപ്പെടുത്തണം എന്നാൽ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യുക. എല്ലാ പുണ്യകർമ്മങ്ങളും സഹാബാക്കൾ പറഞ്ഞൊരു ഹദീസ് പറയട്ടോ, ഫാക്കിത്തിറു, നബിന്റെ വാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. ഏറ്റവും ചെറുത് പറയാൻ, ഏറ്റവും ചെറുത് സൽക്കർമ്മങ്ങളുടെ വലിയ പട്ടികൾ നിരത്തിയിട്ട് നബി പറയാൻ, ഫാക്കിത്തിറു, ഇതെങ്കിലും വർദ്ധിപ്പിക്കിൻ. ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും വർദ്ധിപ്പിക്കും. സോങ്ങളെ, ബലിപെരുന്നാളിന്റെ അന്നും പിന്നുള്ള 3 ദിവസം മാത്രമല്ല തക്ബീർ, അല്ല, ദുൽഹിജ്ജ 1 മുതൽ അവസാനിക്കുന്നത് വരെ തക്ബീറല്ല. സഹാബാക്കൾ അങ്ങാടി നിങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ പെരുന്നാക്ക് പറയില്ലേ, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകണം, അതേപോലെ സഹാബാക്കൾ ചൊല്ലും.
അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മമാരെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നതിന്റെ ഇടക്ക്, ആ വീട്ടിലെ വീട് തുടക്കണതിന്റെ ഇടക്ക്, അവനവന്റെ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ തക്ബീറും തഹ്ലീലും ചൊല്ലിയാൽ പടച്ചോൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന ദിവസങ്ങളിലാണ്, നമ്മുടെ ഹൃദയത്തെ ഖൽബുൻ സലീമാക്കാൻ പറ്റിയ ദിവസത്തിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. അത് ഇതിൽ മാത്രമൊന്നല്ല, നമ്മളെ ജമാഅത്ത് നഷ്ടപ്പെടാതെക്കുക, അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മത്തെ പറ്റി പറഞ്ഞത് നമുക്കറിയാം. പടച്ചവൻ നാളെ പരലോകത്ത് അവനവൻ ചെയ്ത ദാനധർമ്മത്തിന്റെ നിഴലിലായിരിക്കും നാളെ പരലോകത്ത് കൊണ്ടുവരാന്നാണ് പ്രവാചകന്റെ ഹദീസ്. കുല്ലു മ്രിഇൻ, ഓരോ മനുഷ്യനും ഫീ ളില്ലി സദഖത്തിൻ യൗമിൽ ഖിയാമ, അയാൾ ചെയ്ത ദാനധർമ്മത്തിന്റെ തണലിലാണ് പരലോകത്ത് വരിക. നമ്മുടെ നാട്ടിലെ സ്കൂൾ തുറക്കാനായി നമ്മളെ കുടുംബത്തിലോ നമ്മുടെ അയലോക്കത്തോ നമ്മുടെ മഹലിലോ ബാപ്പ മരിച്ചത്, അസുഖമായി കിടക്കുന്നത്, പള്ളികളിലൂടെ കത്തുമായിട്ട് വീട്ടിനെ സഹായിക്കണമെന്ന് പറഞ്ഞത്, വീട് ചോർന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു സാധനം വെക്കാൻ പോലും ഇല്ലാത്ത എത്രയോ കുട്ടികളുണ്ട്. ഞാൻ അധ്യാപകനാണ്, എനിക്കറിയാം. എന്നെക്കാൾ കൂടുതൽ ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് അറിയാം, ഓരോരുത്തർക്കും അറിയാം. അവർക്കൊരു 10 നോട്ട് പുസ്തകം വേണ്ടി വരും. 10 നോട്ട് പുസ്തകം നമ്മുടെ മഹലിൽ കിട്ടാതെ ഒരു കുട്ടി സ്കൂൾക്ക് പോയാൽ ഈ മഹലിലെ ഞാനടക്കം ഓരോരുത്തരും പടച്ചോന്റെയൊക്കെ കുറ്റക്കാരായിരിക്കും. നമുക്ക് അല്ലാഹു തന്ന 10 ദിവസമുണ്ട്. അയലോക്കത്തോ ചുറ്റുഭാഗത്തോ സ്കൂളിലേക്ക് പോകാൻ ബാഗില്ലാത്തവരോ കൊടുക്കാൻ, അവർക്ക് നൽകാൻ എന്തെങ്കിലും, അവർക്ക് പഠിക്കാൻ നോട്ട് പുസ്തകമോ പെൻസിലോ എന്തെങ്കിലും കുടയോ മറ്റു സംവിധാനങ്ങളില്ലെങ്കിൽ നമ്മൾ തെരഞ്ഞന്വേഷിച്ചിട്ടോ ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് കൊടുക്കാനോ നമ്മൾ സാധ്യമാകേണ്ട ദിവസങ്ങളിലാണ്. അതാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ പുണ്യങ്ങളും നമ്മൾ ചെയ്യുക. നോമ്പായി സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റില്ല, അത് ചെയ്യുക. ഖുർആൻ ഓതുന്ന ആൾക്കാർ അത് ചെയ്യുക. നമ്മൾ ഏറ്റവും മിനിമം ഒരു സംഗതി പറയട്ടെ, ചെറിയൊരു പ്ലാനിങ് 10 ദിവസം കൊണ്ട് ഒരു ജുസ് തീർക്കുക. ചെറിയ പ്ലാനിങ് ആയിട്ട് പറഞ്ഞ് 10 ദിവസം കൊണ്ട് ഒരു ജുസ് തീർക്കാൻ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ചെറിയ മക്കൾ ഉൾപ്പെടുത്തിയിട്ട് പറയണ്. നമ്മൾ തയ്യാറായാൽ ഈ 10 ദിവസത്തെ ഉപയോഗപ്പെടുത്തിയ വമ്പിച്ച പുണ്യം പരലോകത്ത് കിട്ടും. ഇനി കൂടുതലാണെങ്കിലോ ഓരോ ദിവസം 20 പേജ് ഓതിയാൽ ഒരു ദിവസം ഒരു ജുസ് തീർക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാം. ഏറ്റവും മിനിമം പറയാൻ 10 ദിവസം കൊണ്ട് ഒരു ജുസ് എങ്കിലും തീർക്കുക. 2 പേജ് ഓതിയാൽ മതി ഒരു ദിവസം. 2 പേജ് ഒരു ദിവസം ഓതിയാൽ 10 ദിവസം കൊണ്ട് നമുക്കൊരു ജുസ് തീർക്കാം. അള്ളാഹു നൽകിയിട്ടുള്ള ഈ സുവർണാവസരം നമ്മൾ ചെയ്യണം. 2 നമ്മുടെ ജീവിതത്തിൽ അവനാണ് ഏറ്റവും മിനിമമാണ്. നമ്മുടെ കയ്യിൽ 100 റുപ്യ ഉള്ളൂ, വേറൊന്നുമില്ല. 10 ദിവസം 4 ദിവസമായില്ലേ, ഡിവൈഡ് ചെയ്യുക. ഓരോ ദിവസം ഒരു 10 റുപ്യെങ്കിലും ഒരു പള്ളിക്ക് പോയിട്ട് കൊടുക്കേ, ഒരു സാധുവിന് കൊടുക്കേ, വീട്ടിലേക്ക് വരുന്ന ആൾക്ക് കൊടുക്കേ. 10 ദിവസം 10 റുപ്യ കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. 100 റുപ്യന്റെ കേസുള്ളൂ. പക്ഷെ ഈ മാസത്തെ ആദരിച്ചതിന്റെ, ഈ മാസത്തിലെ ദിവസത്തിൽ പുണ്യം ചെയ്തതിന്റെ വമ്പിച്ച കൂലി അള്ളാഹു നമ്മൾക്ക് കാത്തുവെക്കും. നമ്മളെ കുടുംബത്തിൽ ഏതെങ്കിലും രോഗി ഉണ്ടെങ്കിൽ പോയി സന്ദർശിക്കണം. സഹോദരങ്ങളെ, രോഗിനെ സന്ദർശിക്കുമ്പോൾ 50,000 മലക്കുകളാണ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതിന് അള്ളാഹ് തന്ന അവസരമാണ്. തറവാട് വീട്ടിലല്ലാത്ത ഒരു ബാപ്പാനിമാരുടെ അടുക്കലേക്ക് പോകണം, നേരിട്ട് പോകണം. എന്നിട്ട് ബാപ്പാനിമാനെ സന്ദർശിക്കണം. ഈ 10 ദിവസത്തിനിടക്ക് നമ്മുടെ അകന്ന കുടുംബങ്ങളിൽ പോകാൻ പറ്റുള്ള പോകണം. എന്തിനായി എണ്ണി 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 പറയണറിയോ? ഇതൊക്കെ പടച്ചോന്റെക്കെന്ന് വമ്പിച്ച പുണ്യം കിട്ടുന്ന അമലുകളായിട്ട് ഈ 10 ദിവസം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതിലാണ് അറഫ നോമ്പും വരുന്നത്. അടുത്ത ബുധനാഴ്ച അറഫന്റെ നോമ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്കറിയാം. യുകഫിറു സനത്തുൽ മാദിയ വൽ ബാഖിയ, വരാനുള്ള കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വരാനുള്ള ഒരു വർഷത്തെയും പാപം പൊറുക്കും. റമദാന് ശേഷം കുറച്ച് മാസമായില്ലേ, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അബദ്ധങ്ങളും പോരായ്മകളും പറ്റിയില്ലേ, അത് പൊറുക്കാനുള്ള തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി ഈ അറഫ നോമ്പ് കഴിഞ്ഞ് 3 മാസമോ 5 മാസമോ കഴിഞ്ഞപ്പോൾ ഞാനോങ്ങളെ മരിക്കാണ്. സഹോദരങ്ങളെ, അടുത്തൊരു കൊല്ലത്തേക്കുള്ള പാപങ്ങൾ പൊറുക്കാൻ കൂടിയുള്ള നോമ്പായിട്ടാണ് അള്ളാഹു ആ 4 മാസത്തെ പാപങ്ങൾ കൂടി ഇൻഷാ അള്ളാഹ് പൊറുത്തു തന്നു എന്ന ഉറപ്പോടുകൂടി നമ്മൾക്ക് ജീവിക്കാം. ഞാൻ എന്തിനാ പറഞ്ഞു, തെറ്റ് ചെയ്യാനല്ല, അഭിമാനത്തിൽ ദീനിയായി ജീവിക്കാം. പ്രാർത്ഥനയിലേക്ക് വരികയാണ്. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, അല്ലാഹുവേ നീ എന്നെ നാളെ പരലോകത്ത് നരകത്തിലിട്ട് അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളെ കൊണ്ടോ പൈസ കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നും പരലോകത്ത് രക്ഷപ്പെടൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോട് കൂടി നിന്നെ ഭയപ്പെട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഹൃദയത്തോടുകൂടി വരുന്നവർക്ക് മാത്രമേ അവിടെ രക്ഷയുള്ളൂ. നിനക്കറിയാം. അതിന് പടച്ചോനെ ഞാനിതാ ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ഈ ദിവസങ്ങളിൽ സജീവമാവുകയാണ്.
സൽക്കർമ്മങ്ങളിൽ മുഴുകുകയാണ്, എന്റെ കൽബിനെ സലീമാക്കുകയാണ്. അള്ളാഹിനോട് പശ്ചാത്താപം തേടുക, സൽക്കർമ്മങ്ങൾ തേടുക. ഉളുഹിയത്തിന് ചേരാനുള്ളവർ വീണ്ടും അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അതിന്റെ ഭാഗമാകാൻ കഴിയുന്നവർ അവരുടെ ഭാഗമാകുക. എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സൽക്കർമ്മം മുഴുവൻ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് ഇതേപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാൻ, റബ്ബി ഹബ്ലി ഹുക്മ, അല്ലാഹുവേ റബ്ബി ഹബ്ലി ഹുക്മ വൽഹിഖ്നി ബിസ്വാലിഹീൻ. റബ്ബി ഹബ്ലി ഹുക്മ, അല്ലാഹുവേ നീ എനിക്ക് തത്വജ്ഞാനം നൽകണമേ. എന്താന്ന് പറയാ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബി ഹബ്ലി ഹുക്മ, അല്ലാഹുവേ നീ എനിക്ക് തത്വജ്ഞാനം നൽകണമേ. എന്തിനാ തത്വജ്ഞാനം? വൽഹിഖ്നി ബിസ്വാലിഹീൻ, നീ എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. നമ്മുടെ ജീവിതത്തിൽ രണ്ട് വിധത്തിലുള്ള മരണമുണ്ട്. ആ രണ്ട് വിധത്തിലുള്ള മരണത്തിൽ പടച്ചോൻ നമ്മളോട് മരിക്കാൻ വേണ്ടി പറഞ്ഞത് എങ്ങനെ അറിയോ? സ്വാലിഹീങ്ങളിൽ പെട്ട് മരിക്കാനാണ്. നബി പറഞ്ഞ ഹദീസ് നമുക്കറിയില്ലേ, ഇദാ വുദിഅത്തിൽ ജനാസ. നമ്മുടെ നാട്ടില് ഒരാൾ മരിച്ചാൽ അപ്പൊ നമ്മൾ ആരെ ആലോചിക്കണ്ടേ? നമ്മളെ ആലോചിക്കണ്ടി, നമ്മളെ വാപ്പാനും മനന്നല്ല ആലോചിക്കണ്ടി, നമ്മളെ ആലോചിക്കണ്ടി. മരണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആലോചിക്കണ്ടി ഞാൻ മരിച്ചാൽ എന്നാണ്. നമ്മൾ മരിച്ചാൽ കഫൻ ചെയ്തതിനു ശേഷം ആൾക്കാര് മയ്യത്ത് കെട്ടിൽ അവരുടെ ഷോൾഡറിൽ വെച്ചിട്ട് നടക്കാൻ തുടങ്ങും. വീട്ടിലത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊണ്ടുപോവുകയാണ്. വാക്കതാണ് സ്വാലിഹായി മരിച്ചവരാണെങ്കിൽ ഖാലത്ത് പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഖബറടക്കൂ, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകൂ. ഖബറിലുള്ള സ്വർഗത്തിലെ കവാടം എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അള്ളാഹു എനിക്ക് നൽകാവുന്ന സന്തോഷ വാർത്ത കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് സ്വാലിഹായി മരിച്ച ഒരാൾ പറയും. വഇൻ കാനത്ത് ഗൈറു സ്വാലിഹ, സ്വാലിഹല്ലാതെയാണ് മരിച്ചതെങ്കിൽ ഖാലത്ത് യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, അയാൾ ഉറക്കെ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ എന്തിനാണ് എന്നെ കൊണ്ടുപോണത്? നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോണത്? ഞാൻ നിങ്ങളെ അമ്മയല്ലേ, ഞങ്ങളെ വാപ്പയല്ലേ, ഞങ്ങളെ മകനല്ലേ, ഞങ്ങളെ ഉസ്താദല്ലേ, ഞാൻ നിങ്ങളെ മഹലിൽപ്പെട്ട ആളല്ലേ, ഞാൻ എന്റെ ചെങ്ങായിയല്ലേ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോണത്? എത്രയും പെട്ടെന്ന് പരലോകത്തെ അള്ളാഹുവിന്റെ ശിക്ഷ ഏൽക്കാൻ എന്നെ കൊണ്ടുപോകുകയാണോ? നരകത്തിന്റെ കവാടം ഖബറിലേക്ക് ഇറക്കി വെക്കാൻ എന്നെ കൊണ്ടുപോകുകയാണോ? ശിക്ഷയുടെ ഭീകരത കാണിക്കാൻ എന്നെ കൊണ്ടുപോകുകയാണോ? നബിന്റെ ആ ഹദീസിന്റെ വാക്ക് എന്താ അറിയോ? യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും ആ മയ്യത്തിന്റെ അലമുറ കേൾക്കും. വലൗ സമിഅഹു അൽ ഇൻസാൻ ലസഇഖ, മനുഷ്യനെങ്ങാനത് കേട്ടിരുന്നെങ്കിൽ, മയ്യത്തിന്റെ കൂടെ നടക്കുന്ന നമ്മളെങ്ങാനത് കേട്ടിരുന്നെങ്കിൽ മനുഷ്യൻ ബോധം കെട്ട് വീഴുമായിരുന്നു. രണ്ട് വാക്കായിൽ പ്രയോഗിച്ച് എന്താണ് സ്വാലിഹായി മരിച്ചവൻ, സ്വാലിഹല്ലാതെ മരിച്ചവൻ. എന്താ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന? എന്താ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന? റബ്ബി ഹബ്ലി ഹുക്മ, അല്ലാഹുവേ നീ എനിക്ക് ഹുക്മ നൽകണം. വൽഹിഖ്നി ബിസ്വാലിഹീൻ, മരിക്കാൻ നേരത്ത് ഖദ്ദിമൂനി, എന്നെ ഖബറിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുന്ന സ്വാലിഹായ ഒരാളുടെ മരണം എനിക്ക് നൽകണമേ. സ്വാലിഹായ ഒരാളായി മരിക്കണം. എന്താ വേണ്ടത്? ഹുക്മ വേണം. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. റബ്ബി ഹബ്ലി ഹുക്മ, എനിക്ക് ഹുക്മ വേണം. എന്താ ഹുക്മ പറഞ്ഞാൽ ദർശങ്ങളെ? ഹുക്മുള്ളോനെ സ്വാലിഹായി മരിക്കാൻ കഴിയുള്ളൂ. എന്താ ഹുക്മ എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിൽ അറബി വായിക്കുമ്പോൾ മലയാളെങ്കിലും മനസ്സിലുണ്ടാകണം. ഹുക്മുള്ളവനെ സ്വാലിഹായി മരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്താ സാധാരണ ഓതുന്ന ഖുർആൻ കാണില്ലേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ് വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ മരിച്ചതിന് ശേഷം എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കി അയക്കണം, ഞാൻ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹായി ജീവിച്ചോളാം. സ്വാലിഹായി ജീവിക്കാൻ, സ്വാലിഹായി മരിക്കാൻ നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഹുക്കും. എന്താ ഹുക്കും എന്നറിയോ? അഅരിഫു ബിഹി അൽ അഹ്കാം വൽ ഹലാൽ വൽ ഹറാം. നമ്മുടെ ജീവിതത്തിലെ ഹലാലും ഹറാമും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഹലാലും ഹറാമും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. എന്നിട്ടോ വഅഹ്കുമു ബിഹി ബൈനൽ ആനാം, ജനങ്ങൾക്കിടയിൽ ദീനിന്റെ കാര്യം പറയുമ്പം ഹലാലും ഹറാമും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാകുക. ഏറ്റവും മിനിമം തടസ്സങ്ങളെ സ്വാലിഹായി മരിക്കാൻ സഹോദരിമാരും സഹോദരങ്ങളും ഞാനടക്കം നമ്മുടെ ജീവിതത്തിൽ സ്വാലിഹായി മരിക്കാൻ, ഹലാലും ഹറാമും വേർതിരിച്ച് ജീവിക്കാൻ
പടച്ചോനോട് പ്രാർത്ഥിക്കാൻ. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ജീവിതത്തിൽ ഏത് മേഖലയിലും ഹലാലും ഹറാമും ഉണ്ടാവും. ഇത് നമ്മളെ മനസ്സിലുണ്ടാകണം കേട്ടോ. ഏത് മേഖലയിൽ ഉണ്ടാകണം. നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കണം. എന്താ അറിയോ? പടച്ചോനെ റബ്ബി ഹബ്ലി ഹുക്മ. അതിലൊക്കെ ഹലാലും ഹറാമും അറിയാനും അതിന്റെ കൂടെ ഹലാലിന്റെ കൂടെ നിൽക്കാനും ഹറാം ഒഴിവാക്കാനുമുള്ള മനസ്സ് നാഥ നീ നൽകണമേ, എങ്കിൽ എനിക്ക് സ്വാലിഹായി മരിക്കാൻ കഴിയുള്ളൂ. ഏത് മേഖലയിലുണ്ടാവും. ജുമാ ഹലാലില്ലേ? എന്താ ഹലാൽ? നമ്മൾക്ക് ഇരിക്കുന്നത് പോലെ എല്ലാവരും ഇരിക്കുക, ജുമാ ഖുത്ബ കേൾക്കുക, നിസ്കാരം കഴിയുക, പ്രാർത്ഥിക്കുക, പോവുക. എന്താ അതിലെ ഹറാം? ഖുത്ബ നടന്നുകൊടുക്കും, വർത്താനം പറയാം, ഹറാമാണ്. അപ്പൊ അല്ലാഹ് നമ്മൾ പ്രാർത്ഥിക്കണം എന്താ? അല്ലാഹുവേ, നിശബ്ദനായി ഖുത്ബ കേട്ട് മലക്കട പ്രാർത്ഥന കിട്ടുന്ന ആൾക്കാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. ഖുത്ബന്റെ ഇടക്ക് വർത്താനം പറയണ ഹറാമ് ചെയ്യണോലെ കൂട്ടത്തിൽ നാഥ എന്നെ ഉൾപ്പെടുത്തരുത്. ഉൾപ്പെട്ടാൽ ഞാൻ സ്വാലിഹായി മരിക്കൂല. നിസ്കാരത്തിൽ ഹലാലും ഹറാമും ഇല്ല? ഉണ്ട്. എന്താ ഹലാൽ? ഇസ്ലാമികമായി നിസ്കരിക്കുക. എന്താ ഹറാം? നിസ്കാരത്തിനൊക്കെ ചുയിങ്ക ഇവിടെ വെച്ചാണ്ട് നിസ്കരിക്കുക, എന്നിട്ട് കഴിഞ്ഞിട്ട് തുപ്പുക, നിസ്കാരത്തിന്റെ ഇടക്ക് തിന്നുക, അതാണ് ഹറാം. കൽപ്പിച്ചുകൂട്ടി ഇമാമിനെ കൽപ്പിച്ചുകൂട്ടി ബോധപൂർവം ഇമാമിനെ മുൻകടക്കുക, അല്ലാഹു ഓതുക. അപ്പൊ എന്താ അള്ളാഹു ലം യലിദ് അറിയുമ്പോത്തിന് കയ്യൊക്കെ താത്തിയിടുക. എനിക്ക് കുല്ലല്ലാഹു ഫുള്ളായിട്ട് അറിയുന്ന കാണിക്കാനേ കാരം. ഇമാമ് കയ്യിൽ താഴ്ത്തിക്കിടുന്നതിന്റെ മുന്നേ നമ്മൾ കൈ താഴ്ത്തിക്കിടുക ഹറാമാണ്, തെറ്റാണ്. ബോധപൂർവമാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഏത് നിസ്കാരത്തിൽ ജുമഅക്ക് വരെ ഹലാലും ഹറാമുണ്ട്. ജീവിതത്തിലെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപാടിൽ, സാമ്പത്തികത്തിൽ, ദാമ്പത്യത്തിൽ പടച്ചോൻ പറഞ്ഞ ഹലാലും ഹറാമുണ്ട്. അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ അറിയോ? ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, പടച്ചോനെ അതിൽ ഹലാലും ഹറാമും അറിയാനും ഹലാലിന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ് നൽകണമേ. യുവാക്കളെ നമ്മൾ ജോലി അന്വേഷിക്കും, 10,000 ജോലിയുണ്ട്, 10,000 ഒക്കെ നമുക്ക് ഹലാലാണ്. എന്നാൽ ഹറാമായ സമ്പത്തുള്ള ഏരിയക്ക് ആര് നിർബന്ധിച്ചാലും പോകാതെക്കാനുള്ള മനസ്സ് നാഥ നീ എനിക്ക് നൽകണം. എന്തിന്? ആ ജോലിന്റെ ഇടയ്ക്ക് അറ്റാക്കൊന്ന് മരിച്ചാൽ ഖദ്ദിമൂനി എന്ന് പറഞ്ഞ ഖബറിലേക്ക് എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് സന്തോഷ വാർത്ത പറയുന്ന സ്വാലിഹായ മയ്യത്താകാൻ. അതാണ് അതിനുത്തരം. സഹോദരിമാരെ, നമ്മൾ പെരുന്നാക്ക് ഡ്രസ് എടുക്കല്ലേ? ഒറ്റ കാര്യാലേക്കുണ്ട്. ആ ഡ്രസ്സുമായിട്ട് പെരുന്നാക്ക് നമ്മൾ വരുമ്പം പടച്ചോൻ ഹലാലാക്കിയതാണോ ധൈര്യത്തിൽ പോന്നോളി, അല്ലാഹ് ഹറാമാക്കിയതാണോ അതുമായി നമ്മൾ ജീവിക്കുമ്പം നമ്മൾക്ക് സ്വാലിഹത്തായ ഒരു മരണം കിട്ടൂല. വേറൊന്നുമില്ല. ഖുർആന്റെ ആശയം പറയുന്നത് നമുക്ക് ഹലാലും ഹറാമും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഹലാലിന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ് നാഥ നീ എനിക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥനന്റെ അർത്ഥം. നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി എന്തൊക്കെയുണ്ടാവും? കുറി ഉണ്ടാകും, ചിട്ടിണ്ടാവും, പലതും ഉണ്ടാവും. അതില് ഹലാലായ അല്ലാഹ് പറഞ്ഞ അനുവദിച്ചതൊക്കെ ഉണ്ടാവും. അതിൽ ചിലതുണ്ടാവും നിങ്ങൾക്ക് നറുക്കിട്ടിയാൽ പിന്നെ നിങ്ങൾ പൈസ കൊടുക്കേണ്ടതില്ല. പച്ച ഹറാമാണ്, ആർക്കറിയാത്തത്. അതിലൊക്കെ നമ്മൾ കൊണ്ടുപോയി പൈസ ഇടുന്നു. ഖുത്ബി കേട്ടെന്താ പറയും? മൗലവിക്ക് പറയാന്ന് പറയും. അതാ അതിന്റെ അപ്പുറം ദീനിയായിട്ട് നമ്മൾ എന്താണ് ആകേണ്ടത് എന്നാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ബേസ്. ഏത് കാര്യത്തിൽ സഹോദരങ്ങളെ അവിഹിതങ്ങൾ നമ്മൾ പോകരുത്. എന്തുകൊണ്ട്? ഹറാമായതുകൊണ്ടാണ്. നമ്മുടെ സമ്പത്തിൽ ഹറാമ് വരരുത്, നമ്മൾ കണിശത ഉണ്ടാകണം. എന്തുകൊണ്ടാണ്? ഹറാമായതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ അല്ലാഹ് അനുവദിച്ച 10,000 ലക്ഷക്കണക്കിൽ ഹലാലിന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സുണ്ടാകണം. നമ്മുടെ യുവാക്കളും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. എത്രയോ ഭക്ഷണങ്ങൾ യൂട്യൂബിലടക്കം നമ്മുടെ നാട്ടിൽ കാണുന്നു. അല്ലാഹ് ഹലാലാക്കി ഏത് ഭക്ഷണം നമ്മൾ കഴിക്കാം. പക്ഷെ ആ കൂട്ടത്തിൽ അല്ലാഹ് എണ്ണപ്പെട്ട ചില ഭക്ഷണം ഹറാമാക്കി. അതിൽ നേർച്ച ചോറ് പറ്റൂലായിരുന്നു, ആണ്ടിന്റെ ചോറ് പറ്റൂല എന്ന് പറഞ്ഞു. അല്ലാഹ് അല്ലാത്തവർക്ക് എന്താ ബലികർമ്മം ചെയ്തിന്റെ പറ്റൂല എന്ന് പറഞ്ഞു. ഏതെങ്കിലും മരിച്ച വീട്ടിൽ 14, 18 ബാക്കിയുള്ള ദിവസം പറ്റൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ വന്നിട്ട് ഭക്ഷണല്ലേ എന്തേ പറ്റായിക എന്ന് ചോദിച്ചാൽ ഹറാമിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ്. ചെയ്യാൻ പാടില്ല. സ്വാലിഹത്തായ ഒരു മയ്യത്തിന്റെ മരണം കിട്ടൂല. വാക്ക് അവസാനിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിന്റെ ഇതേ പ്രാർത്ഥന, എന്ത്? റബ്ബി ഹബ്ലി ഹുക്മൻ, പടച്ചോനെ ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണമേ. എന്നിട്ടോ അല്ലാഹുവേ അതിന്റെ വൽഹഖ്നി ബിസ്വാലിഹീൻ, അതുവഴി സ്വാലിഹീങ്ങളായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. ഈ പ്രാർത്ഥനയിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രാർത്ഥിച്ചെന്നറിയോ? നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലാഹുമ്മ, അല്ലാഹുവേ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്, ഹറാമെന്ന് മാറിയിട്ട് ഹലാലിൽ തന്നെ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് നാഥ നീ എനിക്ക് നൽകണമേ. 2 പ്രാർത്ഥനയാ പറഞ്ഞു. ഒന്ന്, വലാ തുഖ്സിനി യൗമ യബ്അതൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ പരലോകത്ത് നീ എന്നെ നരകത്തിൽ അപമാനിക്കല്ലേ. അവിടെ നാഥ ഖൽബുൻ സലീമായി വരുന്നവനാണ് സ്വർഗം.
അവിടേക്ക് ആ ഖൽബുൽ സലീം നീ എനിക്ക് നൽകണമേ. ഈ 10 ദിവസം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള 6 ദിവസം നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് സ്വതക്ക കൊടുത്ത്, നോമ്പ് നോൽക്കാൻ പറ്റുന്നവർ ഒരു നോമ്പെങ്കിലും നോറ്റ്, കുടുംബങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്ന അവർ ചെയ്ത്, പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത്, 10 റുപ്യെങ്കിലും ഓരോ ദിവസം കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്ത്, പള്ളിയുമായി ദീനുമായി ഖുർആനുമായി ബന്ധപ്പെട്ട് ഖത്തം തീർക്കാനോ ജുസ് 1 തീർക്കാനോ കഴിയുന്നവർ അങ്ങനെ ചെയ്ത് അള്ളാഹു പറഞ്ഞ ഈ സൽക്കർമ്മങ്ങൾ വഴി ഖൽബിന് സലീമാക്കുക. 2, അള്ളാഹുവേ നീ എനിക്ക് ഹുക്കുമുകൾ പഠിപ്പിച്ചരണം, ഹലാലേതാ ഹറാമേതാ, അതുപോലെ നീ എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും വേണം. ആ പ്രാർത്ഥനയുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുമ്പോഴും നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഹലാലാണോ, ഇത് ഹറാമാണോ, ഇത് പൈസ ഇടാൻ പറ്റിയതാണോ, ഇത് നമുക്ക് ചേരാൻ പറ്റിയതാണോ, ഇത് ചേരാൻ പറ്റാത്തതാണോ, ഇത് നമുക്ക് ധരിക്കാൻ പറ്റിയതാണോ, ധരിക്കാൻ പറ്റാത്തതാണോ. 1.5% ഹറാമുള്ളൂ, ബാക്കി 98% ഹലാലാണ്. ആ ഹലാലിൽ ഉറച്ചു നിന്ന് സ്വാലിഹായി ലോകത്തവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും മലക്കുകൾ പ്രാർത്ഥിച്ച് ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട മയ്യത്തുകളായി നമ്മൾക്ക് മാറാൻ മുഅ്മിനായി ധീരരായി നമ്മൾ ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങളെ, അടുത്ത വ്യാഴാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബലിപെരുന്നാൾ. നമ്മുടെ കാലാവസ്ഥ നമ്മൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഇസ്ലാമികമായി ഏറ്റവും അഫ്ളൽ നമ്മൾ നടത്തുന്ന ഈദ്ഗാഹ് തന്നെയാണ്. എന്നാൽ കാലാവസ്ഥ ചിലപ്പോൾ തലേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസം നന്നായി ശക്തമായി മഴയൊക്കെ പെയ്താൽ ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബലിപെരുന്നാൾ ഇത്തവണ പള്ളിയിലായിരിക്കും ഉണ്ടാകുക. പള്ളിയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താണ്ടാണ്ട് വരും, ഈദ്ഗാഹിന് വരുന്ന അതേപോലെ വരേണ്ട സ്ഥലമാണ് പള്ളി എന്നാണ് ഉണ്ടാണ്ടി. ഞാൻ എന്തിനങ്ങനെ പറയണ അറിയോ, പള്ളിയിലാണ് ഉണ്ടാവുക എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ അപ്പന്നാ കുറച്ച് ആൾക്കാരൊക്കെ വന്നാൽ മതില്. അങ്ങനെ ആകരുത്. നമുക്കിത് പെരുന്നാളാണ്, നമ്മളെ പള്ളിയിലേക്ക് എല്ലാവരെയും എന്തുകൊണ്ടങ്ങനെ പറയണറിയോ, ഇസ്ലാമികമായിട്ട് ഈദ്ഗാഹിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പ്രയോഗം എന്താ അറിയോ, ഉമിർന. നബിന്റെ ഭാര്യമാര് പറയാ, സഹാബ വനിതകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നബി കൽപ്പിച്ചു. ആരോടറിയോ, ഹൈലുള്ള ആളുകൾ, മാസമുറയുള്ള സഹോദരിമാരോട് ഈദ്ഗാഹിന് പെരുന്നാ ഖുത്ബയിൽ പങ്കെടുക്കാൻ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല, ഖുത്ബ കേൾക്കാൻ വേണ്ടി വന്നോളൂ. അത്ര പുണ്യ പെരുന്നാൾ നിസ്കാരം. ആ പെരുന്നാളാ വരുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കുടുംബത്തിലെല്ലാരും കൂട്ടി പള്ളിക്ക് വരിക. ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട എല്ലാവരും പള്ളിക്കൊക്കെ വരിക. ഇൻഷാ അല്ലാഹ് പള്ളിയിലാണ് എന്നുള്ളതുകൊണ്ട് സഹോദരിമാരൊക്കെ പണിയെടുത്താണ്ട് പെരലിക്കുന്ന സംഗതി ഉണ്ടാകരുത്. നമ്മളെ മഹല്ലിലില്ല, ഞാൻ പറയുന്നത് ഉണ്ടാകരുത്, ഒരിക്കലും. എല്ലാവരും ഈദ്ഗാഹിലേക്ക് വരുന്നത് പോലെ വരിക. ഇൻഷാ അല്ലാഹ് തക്ബീറുകൾ ചൊല്ലി വരിക. സാധാരണഗതിയിൽ സുന്നത്തുകൾ നമുക്കറിയാം, എന്നാലും ചെറിയ പെരുന്നാൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു വരുന്ന സുന്നത്താണ്, വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ വരല് സുന്നത്താണ്. ചെറിയ സുന്നത്താണ്, എടുക്കാൻ പറ്റുന്ന ആളുകൾ എടുക്കുക. നമ്മൾ പറയാവുന്നത് പോലെ നമ്മുടെ ഉളുഹിയത്തിന് ചേരാൻ പറ്റുന്ന ആളുകൾ ചേരുക. അതിൽ വീട്ടിൽ നിന്ന് അറുക്കുന്ന ആളുകൾ എത്ര എണ്ണാണ്, ഏതാണ് കണക്ക് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് സുതാര്യതക്കും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ വേണ്ടി കമ്മിറ്റിക്കാരെ എല്ലാ തവണയും അറിയിക്കുന്നത് പോലെ അറിയിക്കണം എന്നുകൂടി പറയാണ്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് 7 മണിക്കാണ് നമ്മൾ ഇപ്പൊ സുബൈ കുറച്ചുകൂടി നേരത്തെ ആയതുകൊണ്ട് 7 മണിയാകുമ്പോഴേക്കും ശരിയാവും, എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയും. ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകുക. എല്ലാവരും എത്തിച്ചേരുക, കുടുംബസമേതം എത്തിച്ചേരുക. നമ്മുടെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അള്ളാഹു സമ്പത്ത് നിങ്ങൾക്കൊക്കെ തന്നിക്കണം. 1% നമ്മളെ മാലിലാകെ ഒരു കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഇല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ അള്ളാഹു നല്ല പൈസ തന്നിക്കണം. നമ്മളെ കൂടെയുള്ള കുറെ ആൾക്കാർക്ക്, കുട്ടികൾക്ക്, കുടുംബത്തില് സ്ത്രീകൾക്കൊക്കെ ചിലപ്പം ഡ്രസ്സ് ഇല്ലാത്ത ഉണ്ടാവും, നമ്മൾ എടുത്തു കൊടുക്കണം. നമ്മൾ എന്താ കണക്കൂട്ടേണ്ടത്? ഇപ്പൊ എനിക്ക് നിലവിൽ 3 കുട്ടികളാണ്, എനിക്ക് 5 കുട്ടികളുണ്ടെങ്കിൽ ഞാൻ എടുക്കൂലേ? ഓക്കെ, ആ 2 കുട്ടികളെ, എത്തിയും കുട്ടികളെ 5 കുട്ടിയായിട്ട് പരിഗണിക്കണം. അതിനാണ് ഖുത്ബി, അതിനാണ് ദീൻ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഈ ദുൽഹിജ്ജ 10 വരെ നമ്മുടെ ജീവിതത്തിൽ, അതിന്റെ ശേഷം കേട്ടോ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അയലോക്കത്ത് ആരെങ്കിലും, നമ്മൾ സാധാരണ എന്താ പറയില്ല അറിയോ, അയൽവാസി ബന്ധത്തിൽ ഇവിടെ കറി വെച്ചിട്ട് അവിടെ കറി ഇല്ലെങ്കിൽ മുഅ്മിനല്ല. അത് കറിന്റെ മാത്രമല്ല, ഞാൻ പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുന്നു, എന്റെ വീട്ടിൽ പൈസ ഉണ്ട്, എന്റെ മഹലിൽ കുറെ ആൾക്കാർക്ക് ഡ്രസ്സില്ല. സോ അന്വേഷിക്കണം, മഹലിൽ അന്വേഷിക്കണം, ഖതീബ് അന്വേഷിക്കണം, നമ്മളെ കൂടെയുള്ള ആൾക്കാർ അന്വേഷിക്കണം. ഇങ്ങോട്ട് നമുക്കറിയാം
അവിടെ ഡ്രസ്സില്ല, നമ്മളെ കയ്യിൽ പൈസ ഇല്ല, അറിയുന്ന ഒരാളോട് എങ്ങനെ ഉണ്ട്, പറ്റയും കൊടുക്കോ, ആരോട് സൗകര്യം നമ്മൾ ചോദിച്ചാൽ, നമ്മൾ അന്വേഷിച്ചാൽ ഉണ്ട്, നമ്മളെ പരിസരങ്ങളിലുണ്ട്. പറയാൻ കഴിയാത്തോലും മിണ്ടാൻ കഴിയാത്തോലും ഉണ്ട്. നമ്മൾ അന്വേഷിക്കാതെ നമ്മളെ ദൗത്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉ റാഷിദീങ്ങളും വീട് വീടാന്തരം രാത്രി നടന്നിരുന്നത് പട്ടിണിപ്പാവങ്ങളെ കണ്ടെത്താനാണ്. അവരെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാനാണ്. നമ്മൾ ആ കാര്യം മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ബുധനാഴ്ചയാണ് അറഫ നോമ്പ് എന്നതും വ്യാഴാഴ്ചയാണ് പെരുന്നാൾ എന്നതും മറക്കരുത്. 7 മണിക്കാണ് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹുവേ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ പരലോകത്ത് നരകം ലഭിച്ച് അപമാനിതനാകുന്നതിൽ നിന്നും സ്വാലിഹല്ലാതെ മരണപ്പെട്ടു പോകുന്നതിൽ നിന്നും നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, സ്വർഗം ലഭിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഖൽബുൻ സലീമായി ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഹുക്കും ഹറാമും ഹലാലും വേർതിരിച്ച് ജീവിക്കുവാനുള്ള ഈമാനും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസങ്ങൾ വരെയുള്ള പുണ്യമാക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ അവനവനെ കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും ചെറുതാണെങ്കിലും ആ ചെറുതിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുവാനുമുള്ള ഈമാനും തഖ്വയും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഹജ്ജിന് പോയിട്ടുള്ള ഞങ്ങളുടെ മുഴുവൻ ബന്ധുമിത്രാദികൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും പരിപൂർണമായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള ഈമാനും തഖ്വയും ആരോഗ്യവും ആഫിയത്തും നാഥാ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നാഥ. ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നാഥ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തിലും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും അതിൽ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ പല കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ജോലി നഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട് നാഥ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار.
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകൾ അവനിലേക്ക് അടുക്കുന്നതിനു വേണ്ടിയിട്ടും അവർക്ക് അവരുടെ സൽക്കർമ്മത്തിന് പകരമായി ധാരാളം പ്രതിഫലങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകുവാൻ വേണ്ടിയിട്ടും അവരുടെ ദറജകൾ, അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തുന്നതിനു വേണ്ടിയിട്ടും അവൻ പ്രധാനപ്പെട്ട 2 സീസണുകൾ, സുപ്രധാനമായ 2 സീസണുകൾ അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഷഹ്റു റമദാൻ, റമദാൻ മാസം. അത് 2 മാസങ്ങൾക്ക് മുന്നേ നമ്മിൽ നിന്ന് വിടവാങ്ങിപ്പോയി. ഇനിയൊരു റമദാൻ പുൽകാമെന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു സീസണാണ്, മറ്റൊരു കാലഘട്ടമാണ്, മറ്റൊരു ദിനരാത്രങ്ങളാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, 10 ദിനരാത്രങ്ങൾ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളുടെ ആത്മശുദ്ധീകരണത്തിനും അവരുടെ മനസ്സുകളിൽ ബാധിച്ചിട്ടുള്ള കറകൾ, മാലിന്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ, അള്ളാഹുവിന്റെ ശആയിറുകളെ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയിട്ടും അതിനെ മഹത്വവൽക്കരിക്കപ്പെടുന്നതിനു വേണ്ടിയിട്ടും നന്മകളിൽ മുന്നേറാൻ, സൽക്കർമ്മങ്ങളിൽ നിരതരാകാൻ, കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പരിശീലനമെന്നോണവും ഈ സീസണുകളെ, റമദാനിനെയും വിശിഷ്യ അതിന്റെ അവസാനത്തെ 10നെയും അതുപോലെ തന്നെ ദുൽഹിജ്ജയുടെ ഈ ഒന്നാമത്തെ 10 ദിനരാത്രങ്ങളെയും നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഈ റമദാനിനെയും അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജയിലെ ഈ 10 ദിനരാത്രങ്ങളെയും അതിന്റെ ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടിനുമുള്ള സാമ്യതകൾ. അതിലൊന്നാണ് 2 സീസണുകളും, റമദാനും ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ, അള്ളാഹുവിന്റെ അടിമയെ അവനിലേക്ക് അടുപ്പിക്കാൻ കൂടുതൽ സഹായിക്കുന്ന 2 സീസണുകളാണ്. അവന്റെ മനസ്സുകളിൽ അടിഞ്ഞിട്ടുള്ള വൃത്തികേടുകൾ, മോശത്തരങ്ങൾ, മാലിന്യങ്ങൾ അത് ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുവാൻ കൂടുതൽ അവനെ സഹായിക്കുന്ന ദിനരാത്രങ്ങളാണിവ. അതുപോലെ തന്നെ ഇവ രണ്ടിലും, റമദാനിലും ദുൽഹിജ്ജയിലും അല്ലാഹു സുബ്ഹാനഹു തആല പ്രവർത്തനങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ്. രാത്രികളുടെ നേതാവായ ഖുർആൻ ഇറക്കപ്പെട്ട, ഒരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടുന്ന റമദാനും അതുപോലെ തന്നെ യൗമ അറഫ, ഒരുപാട് ആളുകൾ, ഒരു വർഷത്തിൽ ഒരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന യൗമ അറഫ, അറഫാ ദിനം, കഴിഞ്ഞ വർഷത്തെയും അടുത്ത വർഷത്തെയും പാപങ്ങൾ, ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന സുന്നത്ത് നോമ്പടങ്ങിയിട്ടുള്ള യൗമ അറഫ, അറഫാ ദിനം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദീൻ പൂർത്തീകരിച്ച ദിവസം അറഫാ ദിനവും ലൈലത്തുൽ ഖദ്റും ഉൾപ്പെടുന്നത് ഈ 2 സീസണുകളിലാണ്, റമദാനിലും ദുൽഹിജ്ജയിലുമാണ്. അതുപോലെ തന്നെ ഇതിന്റെ അവസാനത്തിൽ, റമദാനിന്റെ അവസാനത്തിൽ സന്തോഷമെന്നോണം, ആഹ്ലാദമെന്നോണം, ആഘോഷമെന്നോണം റമദാനിന്റെ അവസാനത്തിൽ ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നവരാണ് നാം. അതുപോലെ തന്നെ ഈ 10 ദിനരാത്രങ്ങളുടെ അവസാനത്തിൽ ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ, അതുപോലെ തന്നെ സന്തോഷത്തിന്റെ ഭാഗമായി, ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമായി നമ്മൾ പെരുന്നാൾ ദിനം കൊണ്ടാടുന്നു, ആഘോഷിക്കുന്നു.
ഇതിന്റെ പ്രതിഫലത്തിന്റെ പൂർത്തീകരണമെന്നോണം റമദാനിന് ശേഷം 6 നോമ്പുകൾ, ശവ്വാലിലെ 6 നോമ്പുകൾ അതിന്റെ പ്രതിഫലത്തിന്റെ പൂർത്തീകരണമെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ, ഈ 10 ദിനങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നതിനു വേണ്ടിയിട്ടും ആഘോഷത്തിന്റെ പൂർത്തീകരണമെന്നോണവും പ്രതിഫലത്തിന്റെ പൂർത്തീകരണമെന്നോണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളും നമുക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. റമദാനിന്റെ അവസാനത്തിൽ സകാത്തുൽ ഫിത്ർ, മുസ്ലിമീങ്ങളെ ദരിദ്രർക്ക് അവർക്ക് ആശ്വാസത്തിന്റെ ഭാഗമായി, സാന്ത്വനത്തിന്റെ ഭാഗമായി സകാത്തുൽ ഫിത്ർ, നാട്ടിലെ മുഖ്യാഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധദാനമായി അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈദുൽ അദ്ഹയുടെ ഭാഗമായി ഈ 10 ദിനങ്ങൾക്ക് ശേഷം മാംസാഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് റഹ്മത്തെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സാമ്യതകൾ ഈ 2 സീസണുകൾ തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. റമദാനും ദുൽഹിജ്ജയും തമ്മിൽ ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. റമദാനിന്റേതായ പ്രത്യേകതകൾ വേറെയുണ്ട്. അതിലാണ്, റമദാനിലാണ്, പ്രത്യേകിച്ച് അതിന്റെ അവസാന 10-ലാണ്, ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ഖുർആൻ അവതീർണമായ മാസം റമദാനാണ്. അതുപോലെ തന്നെ ശൈത്താൻമാർ ബന്ധിക്കപ്പെടുന്ന മാസമാണ് റമദാൻ. രാത്രി നിസ്കാരത്തിനും സുന്നത്ത് നോമ്പുകൾക്കും പ്രത്യേകം പ്രോത്സാഹനമുള്ള, പ്രത്യേകമായി സ്ഥാനമുള്ള മാസമാണ് റമദാൻ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റമദാനിനുണ്ട്. അത് നമ്മൾ റമദാനിലും അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ഈ 10 ദിനരാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, പോരിശകളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഇബാദത്തുകളുടെ സുപ്രധാനമായ ഇബാദത്തുകളെല്ലാം ഈ ദിനങ്ങളിൽ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളത്. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഐച്ഛികമായ സക്കാത്താകട്ടെ, അതുപോലെ തന്നെ ഹജ്ജാകട്ടെ, അങ്ങനെ സുപ്രധാനമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഉൾപ്പെടുന്ന ഇബാദത്തുകൾ ഈ ദിനങ്ങളിൽ മാത്രമാണ് വർഷത്തിൽ ഒരുമിച്ച് ചേരുന്നത്. അതുപോലെ തന്നെ വർഷത്തിൽ ഏറ്റവും അധികം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന അറഫാ ദിനം ഈ ദിനങ്ങളിലാണ്, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ സ്ഥാനമുള്ള, വിശിഷ്ടമായ, ഏറ്റവും പ്രത്യേകമായ, ഏറ്റവും മഹത്തരമായ ദിനമായ യൗമുൻ നഹർ അഥവാ ബലിപെരുന്നാൾ ദിവസം അത് ഉൾക്കൊള്ളുന്ന ദിനരാത്രങ്ങളാണിവ. അങ്ങനെ ഈ ദുൽഹിജ്ജക്കും ഈ ദുൽഹിജ്ജയുടെ 10 ദിനരാത്രങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളും പദവികളും പോരിശകളുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്നാൽ റമദാനിന്റെ അവസാനത്തെ 10 അതല്ലെങ്കിൽ ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ളത്, ഏറെ പ്രതിഫലാർഹമായിട്ടുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ സ്ഥാനാർഹമായിട്ടുള്ളത് ഏതിനാണ് എന്നുള്ള വിഷയം പണ്ഡിതന്മാരുടെ അടുക്കൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതിൽ പല പണ്ഡിതന്മാരും നമ്മൾ മനസ്സിലാക്കിയതുപോലെ അഭിപ്രായ വ്യത്യാസമുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക എന്നുള്ള തത്വത്തിന്റെ ഭാഗമായി അവർ ദുൽഹിജ്ജയിലെ ഈ 10 ദിനങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10-നേക്കാൾ ശ്രേഷ്ഠതയുള്ളതെന്ന് അവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ 10. അല്ലാഹുവിന്റെ അടുക്കൽ ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ പ്രിയങ്കരമായ മറ്റു അമലുകളില്ല എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലേക്ക് അവർ മടങ്ങി. അവർ ദുൽഹിജ്ജയുടെ 10 ദിനരാത്രങ്ങളാണ് റമദാനിനേക്കാൾ ശ്രേഷ്ഠകരമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ചില പണ്ഡിതന്മാർ, പല തലയെടുപ്പുള്ള പണ്ഡിതന്മാരും അവർ ഇതിനെ രണ്ടിനെയും സംയോജിപ്പിക്കുകയാണ്, ജംഅ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടുന്ന രാത്രികൾ, റമദാനിന്റെ അവസാനത്തെ രാത്രികളെ പരിഗണിക്കുകയാണെങ്കിൽ
റമദാനിന്റെ രാത്രികൾക്കും. പകലുകളെ പരിഗണിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ദുൽഹിജ്ജയിലെ ഒന്നാമത്തെ 10 ദിനങ്ങളുടെ പകലുകൾക്കുമാണ് ശ്രേഷ്ഠതയുള്ളതെന്ന് അവർ പല പണ്ഡിതന്മാരും ഇബ്നു തൈമിയെ പോലെയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റമദാനിന്റെ ശ്രേഷ്ഠതയുണ്ട്, ദുൽഹിജ്ജയുടേതായ ശ്രേഷ്ഠതകളുമുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പല മുസ്ലിമീങ്ങളും, ഭൂരിഭാഗം മുസ്ലിമീങ്ങളും റമദാനിന് വില കൽപ്പിക്കുന്ന, റമദാനിൽ കൂടുതൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന, ഖുർആൻ പാരായണം നടത്തുന്ന, ദിക്റുകളിൽ മുന്നേറുന്ന, സുന്നത്ത് നിസ്കാരങ്ങളിൽ മുന്നേറുന്ന, നോമ്പുകൾ എടുക്കുന്ന, രാത്രി നിസ്കാരങ്ങളിൽ, സുന്നത്ത് നിസ്കാരങ്ങളിൽ മുന്നേറുന്ന, രാത്രി നിസ്കാരങ്ങളിൽ മുന്നേറുന്ന സൽക്കർമ്മങ്ങളിൽ, അതുപോലെ തന്നെ മറ്റു ദാനധർമ്മങ്ങളിൽ മുന്നേറുന്ന ആളുകൾ, റമദാനിനെ വില കൽപ്പിക്കുന്ന, ശ്രേഷ്ഠത കൽപ്പിക്കുന്ന മുസ്ലിമീങ്ങൾ, അവർ ദുൽഹിജ്ജയിലെ ആദ്യ 10 പരിപൂർണമായി കൈയൊഴിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ അത്ര തന്നെ പോലും റമദാനിന്റെ അടുത്തുപോലും വിലവെക്കാത്ത അവസ്ഥയിൽ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ വിവരം, ഈ സത്യം, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം അതറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, വാക്കുകളാലും കർമ്മത്താലും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, നമ്മൾ കൂടുതൽ കർമ്മനിരതരാകേണ്ടതുണ്ട്, കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ മാസത്തെ പ്രത്യേകപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദിനങ്ങളിൽ, ഈ 10 ദിനങ്ങളിൽ മറ്റു ദിനങ്ങളില്ലാത്ത പ്രത്യേകമായ ചില ഇബാദത്തുകളുണ്ട്. മറ്റു ദിനങ്ങളിൽ ചെയ്യാൻ സാധിക്കാത്തതും അതല്ലെങ്കിൽ മറ്റു ദിനങ്ങളിൽ കൂടുതൽ പ്രോത്സാഹനം ഇല്ലാത്തതുമായ കൂടുതൽ പ്രത്യേകമായ ചില ഇബാദത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് കർമ്മം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിനങ്ങളിലാണ് അതിനെ ശറഅാക്കിയിട്ടുള്ളത്. മറ്റു ദിനങ്ങളിൽ, മറ്റു കാലത്തിൽ, മറ്റു ദിവസങ്ങളിൽ അത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, കഴിയുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അല്ലാഹുവിനു വേണ്ടി അവർ നിർബന്ധമായി ഹജ്ജ് ചെയ്യേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇബാദത്താണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. പെരുന്നാളിനോടനുബന്ധമായി നടത്തപ്പെടുന്ന, ബലിപെരുന്നാളിനോട് അനുബന്ധമായി നടത്തപ്പെടുന്ന ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നും അല്ലാഹുവിങ്കൽ എത്തുന്നില്ല. മറിച്ച് അല്ലാഹുവിങ്കൽ എത്തുന്നത് എന്താണ്? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹുവിങ്കൽ എത്തുന്നത് നിങ്ങളുടെ തഖ്വ, നിങ്ങളുടെ ദേശശുദ്ധിയാണ്, നിങ്ങളുടെ ഇഖ്ലാസാണ്. ആ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഖ്ലാസാണ് അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണനീയമായിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇബാദത്താണ് തക്ബീറാത്ത്, തക്ബീറുകൾ ധാരാളമായി അധികരിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെയും മറ്റു രൂപത്തിലും വന്ന തക്ബീറുകൾ, തക്ബീറിന്റെ ധ്വനികൾ അത് കൂടുതലായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ദിനരാത്രങ്ങളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇബാദത്ത് എന്നുള്ളത്. തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അവൻ പറയുന്നതിന്റെ അർത്ഥം പല ആളുകളും അർത്ഥമറിയാതെയാണ് അത് പറയുന്നുണ്ടാവുക. അതിന്റെ യഥാർത്ഥ ആശയം മനസ്സിലാക്കാതെയാണ് അത് ഉരുവിടുന്നുണ്ടാവുക. പല വിദ്യാർത്ഥിന്റെ ആളുകളും വിദ്യാർത്ഥിന്റെ കക്ഷികളും അവരുടെ മുദ്രാവാക്യമെന്നോണം അവർ പറയുന്നൊരു വാക്കുകൂടിയാണിത്. അവർക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വിജയമുണ്ടായിക്കഴിഞ്ഞാൽ അവർ അല്ലാഹു അക്ബർ മുഴക്കുന്ന ആളുകളാണ്. പക്ഷേ അതിന്റെ ആശയം ശരിയാവണ്ണം അറിയാത്ത രൂപത്തിലാണ് അവരിലെ സാധാരണക്കാരും അവരിലെ മേലാധികാരികളും എല്ലാവരും അത് ചൊല്ലുന്നത്. അല്ലാഹു അക്ബർ എന്താണ് പദത്തിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ദാത്ത് കൊണ്ട് അല്ലാഹു വലിയവനാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാത്തിനേക്കാളും അവന്റെ സൃഷ്ടികളെക്കാൾ അവന്റെ ഏറ്റവും വലുതായ അർശിനേക്കാൾ കുർസിയിനേക്കാൾ അർശിനേക്കാൾ എല്ലാം വലിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ കേരളത്തെ വേൾഡ് മാപ്പിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി കുത്തിന് പോലും വകയില്ലാത്ത കേവലം ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യാൻ എത്ര സമയം നമ്മൾ എടുക്കും? ആ കേരളവും അതുപോലെ തന്നെ ആ വേൾഡ് മാപ്പിലുള്ള മറ്റു സ്ഥലങ്ങളും കരഭാഗവും കടൽ ഭാഗവും ഉൾക്കൊള്ളുന്ന ഭൂമി, അതുപോലെ തന്നെ ആകാശം, സൂര്യചന്ദ്രാദികൾ ഉൾപ്പെടുന്ന കോടാനുകോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന കണ്ടുപിടിക്കപ്പെട്ടതും കണ്ടുപിടിക്കപ്പെടാത്തതുമായ ഈ ആകാശഭൂമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയും ആകാശഭൂമികളും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു മരുഭൂമിയിൽ ഒരു വളയമെന്ന നിലക്കാണ് ആകാശഭൂമികളുടെ അവസ്ഥ. പ്രപഞ്ചത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കുർസിയും അള്ളാഹു ആരോഹണസ്ഥനായിട്ടുള്ള അള്ളാഹുവിന്റെ അർശും അത് കട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു മരുഭൂമിയിൽ, ഒരു വിജനമായ വിശാലമായ ഒരു മരുഭൂമിയിൽ, നടുക്കടലിന് തുല്യമായ സമുദ്രത്തിന് തുല്യമായ ഒരു മരുഭൂമിയിൽ ഒരു വളയം വെച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളമാണ് ഒരു കുർസിയും അള്ളാഹുവിന്റെ കുർസിയും അള്ളാഹുവിന്റെ അർശും തമ്മിലുള്ള വ്യത്യാസം. ആ അർശിനു മേലെ ആരോഹണസ്ഥനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പം എത്രയായിരിക്കും? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെല്ലാത്തിനേക്കാളും അർശിനേക്കാളും എല്ലാം വലിയവനാണെന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും പരമപ്രധാനമായ അർത്ഥം. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കും. എന്നിരുന്നാലും അല്ലാഹുവിന്റെ വലിപ്പം കാരണത്താൽ, അല്ലാഹുവിന്റെ ഗാംഭീര്യം കാരണത്താൽ അല്ലാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവരുടെ കണ്ണുകൾക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ്. അതാണ് അതിന്റെ പരമപ്രധാനമായ അർത്ഥം. അതുപോലെ തന്നെ അതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാൽ, അള്ളാഹുവിന്റെ കാരുണ്യത്താൽ, അള്ളാഹുവിന്റെ കഴിവിനാൽ, അള്ളാഹുവിന്റെ അറിവിനാൽ, അള്ളാഹുവിന്റെ മറ്റു സുഖ്യർഹമായ വിശേഷണങ്ങളാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയവനാണ്. അള്ളാഹുവിനേക്കാൾ കാരുണ്യമുള്ള, അള്ളാഹുവിനേക്കാൾ വിശാലമായ വലിയ കാരുണ്യമുള്ള മറ്റാരും തന്നെയില്ല. അള്ളാഹുവിനോളം അറിവുള്ള മറ്റാരും തന്നെയില്ല. അള്ളാഹുവിനോളം കഴിവുള്ള മറ്റാരും തന്നെയില്ല. അതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്നുള്ളതിന്റെ മറ്റൊരർത്ഥം അതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ഥാനത്താൽ അള്ളാഹുവിനോളം മറ്റാരും നമുക്ക് വലുതായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മുടെ ഉറ്റമിത്രങ്ങളാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവാണ് നമുക്ക് വലിയവൻ. അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. അള്ളാഹുവിന്റെ സ്ഥാനത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയവനാണെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അർത്ഥങ്ങൾ ആലോചിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് തക്ബീറുകൾ മുഴക്കാൻ, അതിന്റെ ആശയത്തിലൂടെ സഞ്ചരിക്കാൻ, അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ മുറപ്രകാരം സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഓരോ ബലിപെരുന്നാളും, ഓരോ ദുൽഹിജ്ജയും, ഓരോ ഹജ്ജ് കാലവും കടന്നു പോകുമ്പോൾ നമ്മെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്മരിക്കപ്പെടാൻ സാധിക്കുന്ന, ഒഴിച്ചുകൂടാതെ സ്മരിക്കപ്പെടാൻ സാധിക്കുന്ന ചരിത്രമാണ് നമ്മുടെ നേതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ ചരിത്രം എല്ലാ മുസ്ലിമീങ്ങളും അയവിറക്കുന്ന, എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും സ്മരിക്കുന്ന
പലരുടെയും കണ്ണുകളെ നനയിക്കുന്ന ചരിത്രങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളും എല്ലാ പെരുന്നാളിനും, എല്ലാ വലിയ പെരുന്നാളിനും, എല്ലാ ഹജ്ജ് കാലത്തും നാം ഏവരും ഓർക്കുന്ന കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളെല്ലാം ശിരസാവഹിച്ച, അതിനെ എതിർത്തു പറയാത്ത, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെയെല്ലാം ശിരസാവഹിച്ച, എല്ലാം അംഗീകരിച്ച, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ, അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അത് പ്രവർത്തിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യമുണ്ടായിരുന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിനോട് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ സ്വന്തം കൈകൊണ്ട് ശേലാകർമ്മം ചെയ്യാൻ കൽപ്പിക്കുകയാണ്. അദ്ദേഹം അത് നിറവേറ്റുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ കുട്ടിയെയും മരുഭൂമിയിൽ ഒറ്റക്കാക്കിക്കൊണ്ട് പുറപ്പെട്ടുകൊള്ളുവാൻ അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയും അദ്ദേഹം അതും ചെയ്യുകയും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതും ചെയ്യുകയും മകനെ ആറ്റുനോറ്റു കിട്ടിയ ആ മകനെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കുവാൻ, അദ്ദേഹത്തിന് ഉപകാരം സിദ്ധിക്കാൻ സമയമെത്തുന്ന ആ പ്രായത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അറുക്കുവാൻ കൽപ്പിച്ചപ്പോൾ അതും അംഗീകരിച്ച, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തി പോലും വെക്കുന്ന സമയം അതുവരെ എത്തിയ അല്ലാഹു സുബ്ഹാനഹു തആലയെ അക്ഷരാർത്ഥത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകളെയെല്ലാം പരിപൂർണമായി അനുസരിച്ച, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ സൽക്കർമ്മങ്ങളും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവും അല്ലാഹു സുബ്ഹാനഹു തആല കാണുന്നുള്ള ആ ആയത്തിനെ പരിപൂർണമായി നടപ്പിലാക്കിയ മഹാനായ നേതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൽ മുഅ്മിനീങ്ങൾക്ക് പരിപൂർണമായ മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളോട് നമുക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ കഴിഞ്ഞത്? അവന്റെ വിധിവിലക്കുകളോട്, അവന്റെ ഹറാമും വാജിബുകളും ഹലാലുകളും ഒക്കെ ഉൾപ്പെടുന്ന വിധിവിലക്കുകളോട് എന്ത് നിലപാടാണ് നമുക്ക് സ്വീകരിക്കാൻ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഈ ദീനിൽ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു വക്കത്ത് നിന്നുകൊണ്ട്, അതിന്റെ ഒരു ഓരത്തിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ആളുകളായിട്ടല്ല നമ്മൾ മാറേണ്ടത്, മറിച്ച് പരിപൂർണമായി ഈ ദീനിൽ പ്രവേശിക്കുക. മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവൻ, പരിപൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആളുകളാണ് നമ്മൾ എന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കുക. കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, വിശിഷ്യ തക്ബീറുകൾ അധികരിപ്പിച്ചുകൊണ്ട്, അർത്ഥമറിഞ്ഞുകൊണ്ട് തക്ബീറുകൾ അധികരിപ്പിച്ചുകൊണ്ട്, മറ്റു സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഏറ്റവും സന്തോഷമായ രൂപത്തിൽ, സന്തോഷത്തിൽ പെരുന്നാൾ സൽക്കർമ്മങ്ങളാൽ നിറച്ചുകൊണ്ട് പെരുന്നാളിനെ വരവേൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവരുടെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രയാസം എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു അവരുടെ ശത്രുക്കൾക്ക് മേലെ പ്രതാപം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റഹ്മത്തിനാൽ നമ്മളേവരെയും മുഅ്മിനീങ്ങളേവരെയും അല്ലാഹു പൊതിയുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له.
وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകളിൽ സൂറത്തുൽ ഹജ്ജിൽ നമ്മോടായി പറഞ്ഞു, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മഹത്തായ കഅബ നിലകൊള്ളുന്ന പവിത്രമായ ഭൂമിയെ നാം നിശ്ചയിച്ചു കൊടുത്തു. കഅബ പടുത്തുയർത്തേണ്ടുന്ന സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, അല്ലാ തുശ്രിക് ബി ശൈഅ. ഓ ഇബ്രാഹിം, നീ എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത്, തൗഹീദിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അല്ലാഹുവിനുള്ള ഇബാദത്തിൽ ഒരു ശക്തിയെയും ഒരു സൃഷ്ടിയെയും ഒരു വസ്തുവിനെയും പങ്കുചേർക്കരുത്. വതഹ്ഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വറുക്അഇ സുജൂദ്. അങ്ങനെ ശിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദിനാൽ പരിശുദ്ധമാക്കുന്ന എൻ്റെ ഭവനം കഅബ എന്ന മഹാഗേഹം അത് തവാഫ് ചെയ്യുന്നവർക്കും റുകൂഇലും സുജൂദിലുമായി നിന്ന് നിസ്കരിക്കുന്നവർക്കും വേണ്ടി നീ ശുദ്ധീകരിക്കണം. തൗഹീദ് കൊണ്ട് കഅബയെ അലങ്കരിക്കണം. ശിർക്കിന്റെ മാലിന്യങ്ങളിൽ നിന്ന് കഅബാലയത്തെ ശുദ്ധീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർമ്മപ്പെടുത്തി. കഅബ പടുത്തുയർത്തുന്നതിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസ്. ജനങ്ങൾക്കിടയിൽ താങ്കൾ വിളിച്ചു പറയുക, വിളംബരം ചെയ്യുക. ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം ജനങ്ങൾക്കിടയിൽ താങ്കൾ അറിയിക്കുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതാ താങ്കളുടെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത് അല്ലാഹുവിന്റെ തൗഹീദ് സ്വീകരിച്ച് പുരുഷാരങ്ങൾ ദുർഘടമായ മലമ്പാതകളിലൂടെയും വിദൂര പ്രദേശങ്ങളിലൂടെയും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും മറ്റുമായി ആ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത് പുരുഷാരങ്ങൾ, അസംഖ്യം ജനങ്ങൾ താങ്കളിലേക്ക് വരുന്നത്, ഹജ്ജിന്റെ വിളിക്കുത്തരം ചെയ്യുന്നത് താങ്കൾക്കു കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, സത്യത്തിൽ തൗഹീദ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ കഅബാലയം, ഷിർക്കിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കപ്പെട്ട അല്ലാഹുവിന്റെ കഅബാലയം
ആ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വിളിയാളങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കാൻ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഉപദേശം, കൽപ്പന, ആ വിളിക്കുത്തരമാണ് ഇന്നും ജനലക്ഷങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും മഹത്തായ ഹറമിന്റെ ഭൂമികയിൽ ഹജ്ജിനുള്ള വിളിയാളങ്ങൾക്കുള്ള ഉത്തരമായി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന മന്ത്രധ്വനികളിലൂടെ അവർ പ്രഖ്യാപിക്കുന്നത് ഈ വിളികൾക്കുള്ള ഉത്തരമാണ്. സഹോദരങ്ങളെ, മഹത്തായ തൽബിയത്തിന്റെ മന്ത്രവാക്യങ്ങൾ, അതിലനേകം രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്നവർക്കും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർക്കും ഒരു ഹജ്ജിന് വേണ്ടി മോഹിക്കുന്നവർക്കും ലോകത്തിന്റെ നാനാദിക്കുകളിലുമുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഈമാനുള്ളവർക്കും അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ മന്ത്രധ്വനികളാണ് ഹജ്ജിന്റെ തൽബിയത്ത്. അത് ഹജ്ജിന്റെ ഭംഗിയാണ്, അത് ഹജ്ജിന്റെ അലങ്കാരമാണ്, ഹജ്ജിന്റെ മഹത്തായ ചിഹ്നമാണ്, ഹജ്ജിന്റെ സൗന്ദര്യമാണ്, ഹജ്ജിന്റെ സമ്മോഹനമായ മുഹൂർത്തങ്ങളെ കോർത്തിണക്കുന്ന മനോഹരമായ തൗഹീദിന്റെ മന്ത്രവാക്യങ്ങളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി താങ്കൾ വിളിയാളങ്ങൾ പുറപ്പെടുവിക്കുക, വിളംബരം ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തിയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ജനപദങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ പറഞ്ഞ വിളിയാളങ്ങൾക്ക് ഉത്തരമാണ് തൽബിയത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. വീണ്ടും നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്. ആ വിളി കേൾക്കുന്നവനും ആ വിളിക്കുത്തരം ചെയ്യാൻ അർഹതപ്പെട്ടവനും നീ മാത്രമാണ്. നീ മാത്രമാണ് ആകാശഭൂമികളെ പടച്ചവൻ, നീ മാത്രമാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ. അതുപോലെ നിന്റെ വിളികൾക്ക് ഉത്തരം ചെയ്യാൻ നീ മാത്രമാണ് അർഹതപ്പെട്ടവൻ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. സർവസ്തുതിയും സർവ്വ അനുഗ്രഹങ്ങളും നിന്റേതാണ്. സ്തുതികൾക്ക് അർഹത നിനക്കു മാത്രമാണ്. സർവ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞവൻ നീ മാത്രമാണ്, മറ്റാർക്കും അതിൽ പങ്കില്ല. ലക വൽ മുൽക്. അതുകൊണ്ട് തന്നെ സർവാധികാരവും ആധിപത്യവും നിനക്കു മാത്രമാണ്. ലാ ശരീക ലക്. നിനക്കതിൽ യാതൊരു പങ്കുകാരുമില്ല. എന്നതുപോലെ തന്നെ നിനക്കിതാ നിന്റെ വിളിയാളങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം ചെയ്ത് ഹജ്ജ് നിർവഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഇബാദത്തുകൾ അർപ്പിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തൗഹീദിനിതാ ഞങ്ങൾ ഉത്തരം ചെയ്ത് വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന തൽബിയത്തിന്റെ വാചകങ്ങൾ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ ഹജ്ജി അഫ്ളൽ, ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രംഗം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജിന്റെ മനോഹാരിത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്ജു വസ്സജ്ജു. അൽ അജ്ജു വസ്സജ്ജു. പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് വിശാരദന്മാർ ഈ വാചകങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ അജ്ജു എന്ന് പറഞ്ഞാൽ റഫ്ഉ സൗതി ബിത്തൽബിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ വിളിയാളം പുറപ്പെടുവിച്ച ആ വിളികൾക്ക് ഉത്തരം ചെയ്ത് നമ്മൾ ഉറക്കെ ഉരുവിടുന്ന, ഹാജിമാർ ഉറക്കെ ഉരുവിടുന്ന തൽബിയത്തിന്റെ മന്ത്രധ്വനികളാണ്. തൽബിയത്ത് ഉച്ചത്തിൽ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കലാണ് അൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതേ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജിന്റെ രൂപമാണ്. വസ്സജ്, സജ്ജ് എന്ന് പറഞ്ഞാൽ ഹാജിമാർ അവരുടെ ഹജ്ജിന്റെ അവസാനത്തിൽ ബലികർമ്മം നിർവഹിക്കുന്ന ഹദിയാണ്, ദബ്ഹുൽ ഹദി വൽ അദാഹി. അതുകൊണ്ട് തൽബിയത്ത് കൊണ്ട് ആരംഭിക്കുന്ന, തൽബിയത്തിന്റെ മന്ത്രധ്വനികളിൽ തൗഹീദിൽ ഊട്ടപ്പെട്ട തൽബിയത്ത് കൊണ്ട്, തൽബിയത്തിൽ നിന്ന് ഹജ്ജിന്റെ വിവിധ അർക്കാനുകളിലേക്ക്, വിവിധ പ്രവർത്തനങ്ങളിലേക്ക് മാറിപ്പോകുന്ന, അവസാനം ബലി കൊണ്ട് അവസാനിക്കുന്ന മഹത്തായ ഹജ്ജ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. അൽ-ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് താബിഈയായ അദ്ദേഹം പറഞ്ഞു, ശിആറുൽ ഹജ്ജ് അത്തൽബിയ.
ഹജ്ജിലുടനീളം ചൂഴ്ന്നു നിൽക്കുന്ന ഹജ്ജിന്റെ ചിഹ്നമാണ് തൽബിയത്ത് എന്നത്. ഹജ്ജിന്റെ ചിഹ്നവും അലങ്കാരവുമാണ് തൽബിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഅനി ജിബ്രീൽ, ഒരിക്കൽ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. ഫഖാല യാ മുഹമ്മദ് മുർ അസ്ഹാബക ഫൽയർഫഉ അസ്വാതഹും ബിത്തൽബിയ, ഓ മുഹമ്മദ്, താങ്കളുടെ അനുയായികളോട്, താങ്കളുടെ അനുചരന്മാരോട്, സ്വഹാബത്തിനോട് ഹജ്ജ് ചെയ്യുമ്പോൾ തൽബിയത്ത് ഉറക്കെ ഉരുവിടാൻ, ഉറക്കെ തൽബിയത്തിന്റെ മന്ത്രങ്ങൾ പ്രഖ്യാപിക്കാൻ അവരോട് പറയുക നബിയെ. ഫഇന്നഹാ മിൻ ശആഇരിൽ ഹജ്ജ്, കാരണം അത് ഹജ്ജിന്റെ പ്രത്യക്ഷ ചിഹ്നങ്ങളിൽ ഏറ്റവും മഹത്തായതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി അറിയിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സീനത്തുൽ ഹജ്ജി അത്തൽബിയ, ഹജ്ജിന്റെ ഭംഗി നിങ്ങൾക്ക് കാണണമോ അത് തൽബിയത്തിൽ ദർശിക്കാം. ഹജ്ജിന്റെ മനോഹാരിതയാണ് തൽബിയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൽബിയത്ത് ഇത്രമേൽ ശ്രേഷ്ഠമായ ഹജ്ജിന്റെ ഭംഗിയും അലങ്കാരവും ചിഹ്നവുമായി നിശ്ചയിക്കപ്പെട്ടതിന്റെ രഹസ്യം എന്താണ്, എന്താണ് അതിന്റെ ആത്മാവ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഈ തൽബിയത്തിന്റെ ഉച്ചത്തിലുള്ള ഉരുവിടൽ, ഹജ്ജിന്റെ വേളകളിൽ അത് നിറഞ്ഞു നിൽക്കൽ എന്നുള്ളത് അത് നബിയുടെയും സ്വഹാബത്തിന്റെയും അല്ല, മുൻഗാമികളായ അമ്പിയാക്കളുടെയും പാരമ്പര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊപ്പം യാത്ര ചെയ്യുകയാണ് മക്കയുടെയും മദീനയുടെയും ഇടയിൽ. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹിജാസിന്റെ ഭാഗമായ വാദി അസ്റഖ്, മക്കയുടെയും മദീനയുടെയും ഇടയിൽ 100 കിലോമീറ്റർ മക്കയിൽ നിന്ന് ദൂരെ ഹിജാസിന്റെ പ്രദേശത്ത്, മക്കയുടെ വടക്ക് കിഴക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 2 മലകൾക്കിടയിലുള്ള ഒരു താഴ്വരയാണ് വാദി അൽ അസ്റഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ ചോദിച്ചു, അയ്യു വാദിൻ ഹാദാ, ഇതേതു താഴ്വരയാണ്? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഇത് വാദിൽ അസ്റഖ് ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാബിതൻ മിന സനിയതി വലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തൽബിയ. ഇതാ ഈ താഴ്വരയിൽ വെച്ച് ഈ മലമ്പാതകൾക്കിടയിലൂടെ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്കുള്ള തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഈ 2 മലകൾക്കിടയിലുള്ള ഈ താഴ്വരയിൽ ഇതാ ഇവിടെ ഇറങ്ങി വരുന്നത് ഞാൻ നോക്കിക്കാണുന്നത് പോലെ എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹജ്ജിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിലൂടെ അറിയിച്ച സന്ദർഭം, ആ സ്ഥലത്തെത്തിയപ്പോൾ മൂസാ നബി ഹജ്ജിലേക്ക് വന്നത് അവിടെ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ്. ആരംഗൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു, മൂസാ നബിയുടെ ഹജ്ജിന്റെ വരവിനെ അവിടുന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചു. ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു വന്നത്. പിന്നീട് അവിടുന്ന് യാത്ര തുടർന്നു. അങ്ങനെ സനിയത്തു ഹർഷ എന്ന് പറയുന്ന മറ്റൊരു മലമ്പാതയുടെ അടുക്കൽ, താഴ്വരയുടെ അടുക്കൽ നബി എത്തി. നബി ചോദിച്ചു, അയ്യ സനിയത്തിൻ ഹാദി, ഇതേത് സനിയത്താണ്, ഇതേത് മലമ്പാതയാണ്? അവർ പറഞ്ഞു, സനിയത്തു ഹർഷ, ഇത് സനിയത്തു ഹർഷയാണ്. അത് അബവാഇന്റെയും റാബിഗിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ജുഹ്ഫക്കടുത്തുള്ള മദീനയുടെയും ഷാമിന്റെയും വഴികൾ സംഗമിക്കുന്ന, മക്കയിലേക്കുള്ള മദീനയുടെയും ഷാമിന്റെയും വഴികൾ സിറിയയിലേക്ക്, ഇന്നത്തെ സിറിയയിലേക്കുമുള്ള വഴികൾ സംഗമിക്കുന്ന ഒരു മലമ്പ്രദേശമാണ് സനിയത്തു ഹർഷ. അവിടെ എത്തിയപ്പോൾ നബി ചോദിച്ചു, ഇതേതാണ് സ്ഥലം? സ്വഹാബത്ത് സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ യൂനുസ് ഇബ്നു മത്ത അലൈഹി സലാം അലാ നാഖത്തിൻ ഹംറാ ജഅദ അലൈഹി ജുബ്ബത്തുൻ മിൻ സൂഫ് ഖിതാമു നാഖതിഹി ഖുൽബ വഹുവ യുലബ്ബി. ഇതാ ഈ പ്രദേശത്ത് വെച്ച് മഹാനായ യൂനുസ് ഇബ്നു മത്ത അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ചുവന്ന തടിച്ചു കൊഴുത്ത ബലിഷ്ഠമായ ഒരൊട്ടകപ്പുറത്തിന് മുകളിൽ അവിടുന്ന് ഹജ്ജിന് വരുന്നത് ഞാൻ നോക്കിക്കാണുന്നു. അദ്ദേഹം ഒരു ജുബ്ബ, കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഒരു ജുബ്ബ, ഒരു മേൽവസ്ത്രം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒട്ടകപ്പുറത്തിരിക്കുന്നു. അദ്ദേഹം സഞ്ചരിച്ച ആ ചുവന്ന ഒട്ടകത്തിന്റെ മൂക്കുകയറ് ഈത്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയതാണ്. അദ്ദേഹം ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലുന്നു. നോക്കൂ നിങ്ങൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൽബിയത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ മറ്റൊരു ചില റിപ്പോർട്ടുകളിൽ കാണാം, മൂസാ നബി തന്റെ 2 ചെവികൾക്കും മീതെ വിരലുകൾ വെച്ചിട്ടുണ്ട്.
ഉച്ചത്തിൽ ചൊല്ലാൻ വേണ്ടി. ഇങ്ങനെയാണ് ഉച്ചത്തിൽ അദ്ദേഹം തൽബിയത്ത് ചൊല്ലിയിരുന്നത്. ഉച്ചത്തിൽ ഹജ്ജിന്റെ രംഗങ്ങളിൽ, മശാഇറുകളിൽ തൽബിയത്ത് നിർവഹിക്കുക എന്നത് ഹജ്ജിന്റെ ഭംഗിയാണ്, അമ്പിയാക്കളുടെ പാരമ്പര്യമാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാവുന്ന മഹത്തായ ഹദീസാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഹജ്ജിൽ നമുക്ക് ഇത് കാണാം. നമ്മൾ ഇന്ന് ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിലും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവിടെ ഹജ്ജ് നടക്കുന്ന ആ നിമിഷാർദ്ധങ്ങളിൽ നേർക്കുനേരെ ലൈവായി വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്കത് ദർശിക്കാൻ സാധിക്കും. ഹജ്ജിന്റെ തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ കേൾക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ആത്മാവും ജീവനും രഹസ്യവും എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അത് കേവലം കേൾവി സുഖത്തിനപ്പുറത്ത്, കേവലം പ്രഖ്യാപന മന്ത്രങ്ങൾക്കപ്പുറത്ത് എന്താണ് അതിന്റെ ജീവനെന്ന് നാം തിരിച്ചറിയാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഖുതുബയിൽ ഈ വിഷയം തെരഞ്ഞെടുത്തത്. സഹോദരങ്ങളെ, തൽബിയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം. മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ഏതൊരു മുസ്ലിമാകട്ടെ, ഹജ്ജ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാകട്ടെ, തൽബിയത്ത് ചൊല്ലുന്നത്, അവൻ തൽബിയത്ത് ചൊല്ലുമ്പോൾ അവന്റെ ഇടതും വലതുമുള്ള മിൻ ഹജറിൻ ഔ ഷജറിൻ ഔ മദരിൻ, ഒരു കല്ലാകട്ടെ, ഒരു വൃക്ഷമാകട്ടെ, മൺകൂനകളാകട്ടെ, മൺതരികളാകട്ടെ, ഹത്താ തൻഖതി അൽ അർദു മിൻ ഹാഹുന വഹാഹുന, അവന്റെ വലതുഭാഗത്തു നിന്നും അവന്റെ ഇടതുഭാഗത്തു നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ആ തൽബിയത്ത് ചൊല്ലുന്ന മനുഷ്യന്റെ വശങ്ങളിലേക്ക് ഭൂമി എവിടെ അവസാനിക്കുമോ അത്രത്തോളം ഇടങ്ങളിൽ, പ്രദേശങ്ങളിലുള്ള കല്ലും അതുപോലെ തന്നെ മരവും മണ്ണുമെല്ലാം ഒപ്പം തൽബിയത്ത് ചൊല്ലുമെന്നാണ്. യാ സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതമാണത്! തൽബിയത്ത് ചൊല്ലുന്ന ഹാജിയുടെ വലതും ഇടതും കിഴക്കും പടിഞ്ഞാറുമുള്ള ഭൂമി അവസാനിക്കുന്ന സർവ്വഭൂപ്രദേശങ്ങളിലുമുള്ള കല്ലും മരവും മൺതരികളുമെല്ലാം ഒപ്പം തൽബിയത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതം! അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവന്റെ തൗഹീദിനെ വാഴ്ത്താത്ത ഒരു പൺതരി, ഒരു വൃക്ഷം, ഒരു കല്ല് പോലും ബാക്കിയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന്റെ, വലുപ്പത്തിന്റെ, തൗഹീദിന്റെ മന്ത്രങ്ങൾ തൽബിയത്തിലൂടെ സാക്ഷ്യം വഹിക്കപ്പെടുകയാണ്. ഹജ്ജിന്റെ മഹത്തായ ഭംഗിയും രഹസ്യവും അതാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കവേ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തൽബിയത്തിന്റെ ആശയവും അതിന്റെ അർത്ഥവും നാം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ചില പറഞ്ഞു, തൽബിയത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അന്ന ഹഖീഖത തൽബിയത്തി ഇസ്തിജാബത്തുൻ ലില്ലാഹ്, ഒന്നാമതായി അല്ലാഹുവിന്റെ വിളിയാളങ്ങൾക്കുള്ള ഉത്തരം ചെയ്യലാണ്. വഇദ്ആനുൽ ലിഅംരി, അല്ലാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കലാണ്. വംതിസാലുൻ ലിശറഇ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങലാണ്. വഖുദൂഉൻ ലിഹുക്മി, അല്ലാഹുവിന്റെ വിധിക്ക് വിനയാന്വിതമാകലാണ്. വദുഖൂലുൻ ഫി ത്വാഅതി, അല്ലാഹുവിന്റെ അനുസരണത്തിൽ സമ്പൂർണ്ണമായി നീ പ്രവേശിക്കലാണ്. ഇതാണ് തൽബിയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ. കേവലം അല്ലാഹുവിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിനപ്പുറത്ത് അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങലും, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ ശിരസാവഹിക്കലും, അല്ലാഹുവിന്റെ വിധിക്ക് താഴ്മ കൈക്കൊള്ളലും, അതിന് വിധേയത്വം കാണിക്കലും, അല്ലാഹുവിന്റെ അനുസരണയിൽ സദാ ദീനിൽ പൂർണ്ണമായി പ്രവേശിക്കലുമാണ്. ഇതാണ് തൽബിയത്ത്. ആ തൽബിയത്തിന്റെ സാക്ഷാത്കാരമാണ് ഹജ്ജിലെ ഓരോ രംഗങ്ങളിലും ഹാജിമാർ നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗങ്ങളിൽ സാക്ഷിയാകാനും പൂർണ്ണമായ ഹജ്ജ് നിർവഹിക്കാനും ഹജ്ജ് ചെയ്യുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തൽബിയത്തിന്റെ ജീവനും ആത്മാവും രഹസ്യവും വിശദീകരിക്കുന്ന വരികളിൽ കുറിച്ചു വച്ചതായി കാണാം. യുഹല്ലൂന ബിൽ ബൈദാഇ ലബ്ബൈക റബ്ബനാ ലക്കൽ മുൽക്കു വൽ ഹംദുല്ലദീ അൻത തഅലമു, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. യുഹല്ലൂന ബിൽ ബൈദാ, ഒരു ജനങ്ങളുമില്ലാത്ത വിജനമായ മരുഭൂപ്രദേശങ്ങളിൽ വെച്ച് അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ജനങ്ങൾക്ക് വിളംബരം ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ ഖലീലിനോട് പറഞ്ഞപ്പോൾ അന്നാരുമില്ല, അവിടെ ഒരു ജനക്കൂട്ടവുമില്ല, ഒരു ജനാരവങ്ങളുമില്ല. വിജനമായ പ്രദേശത്ത് വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളിക്കാൻ അല്ലാഹു പറഞ്ഞു. വഅദ്ദിൻ ഫിന്നാസ്, ഓ ഇബ്രാഹിം വിളിക്കുക എന്ന് പറഞ്ഞു. ആ വിളിക്കുത്തരം ചെയ്ത് ആ വിജനമായ മരുഭൂപ്രദേശങ്ങളിൽ ജനലക്ഷങ്ങൾ മൺതടികൾക്ക് സമാനമായി അല്ലാഹുവിന്റെ മുമ്പിൽ മശാഇറുകളിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇതാ റബ്ബേ നിന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത് അവർ ആ വിജനമായ സ്ഥലത്ത് മരുഭൂപ്രദേശത്ത് ചടിച്ചുകൂടി, ജനാരവങ്ങൾ ഒന്നുകൂടി.
ലക്കൽ മുൽക്കു വൽഹംദുല്ലദി അൻത തഅലമു. അല്ലാഹുവേ, നിനക്കു മാത്രമാണ് സർവാധികാരവും, നിനക്കു മാത്രമാണ് സർവസ്തുതിയും. അല്ലദി അൻത തഅലം, നിനക്കു മാത്രം അറിയാവുന്ന ഹംദിന്റെയും ആധിപത്യത്തിന്റെയും രഹസ്യങ്ങൾ നിനക്കു മാത്രമാണ് എന്നാണ് അവരുടെ പ്രഖ്യാപനം. ദഅാഹും ഫലബ്ബൗഹു റിളൻ വമഹബ്ബതൻ. നീ അവരെ വിളിച്ചു, നിന്റെ വിളിക്ക് അവർ ഉത്തരം ചെയ്തെത്തി. റിളൻ വമഹബ്ബതൻ, തൃപ്തിയോടെ, നിന്നോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല, നിന്നോടുള്ള സ്നേഹമല്ലാതെ അവരുടെ ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും മികച്ചു നിൽക്കുന്നില്ല. ഫലമ്മാ ദഅൗഹു കാന അഖറബ മിൻഹും, അങ്ങനെ അവർ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത്, നിന്നെ വിളിച്ചുകൊണ്ട്, നിന്നോട് തേടിക്കൊണ്ട്, നിനക്ക് കീഴൊതുങ്ങിക്കൊണ്ടവരെത്തി. അപ്പോൾ കാന അഖറബ മിൻഹും, നീ അവരോട് ഏറ്റവും അടുത്തവനായി. യാ സുബ്ഹാനല്ലാഹ്, കാന അഖറബ മിൻഹും, നീ അവരോട് ഏറ്റവും അടുത്തവനായി. അതാണ് അറഫ സംഗമത്തിൽ ഹാജിമാരെ നോക്കി, അറഫയിൽ സംഗമിച്ചവരെ നോക്കി അള്ളാഹു അഭിമാനം കൊള്ളുമെന്ന്, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന്, അള്ളാഹു മലക്കുകളോട് അവരുടെ ശ്രേഷ്ഠതയും പോരിശയും അയവിറക്കുമെന്ന്. അള്ളാഹു അവരോട് ഏറ്റവും അടുത്തവനാകുന്നു. തറാഹും അലൽ അൻലാഇ ശുഅ്സൻ റൂസുഹും വഗുബ്രൻ വഹും ഫീഹാ അസറു അൻഅമു. നിനക്കവരെ കാണാം, ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരെ കാണാം, മെലിഞ്ഞൊട്ടിയ വാഹനപ്പുറത്ത് അവർ സഞ്ചരിക്കുന്നത് കാണാം. ക്ഷീണിച്ച് പൊടി പിടിച്ച് അവരെ മുടികൾ ജടകുത്തിയതായി കാണാം, അവരെ വസ്ത്രം മുഷിഞ്ഞതായി കാണാം. ക്ഷീണം കൊണ്ടാണെങ്കിലും, ശരീരം ക്ഷയിച്ചിട്ടുണ്ടെങ്കിലും, അസുഖം ബാധിക്കുമെങ്കിലും, പൊടി പുരണ്ടിട്ടുണ്ടെങ്കിലും, ജടകുത്തിയിട്ടുണ്ടെങ്കിലും, ഫീഹാ അസറു അൻഅം, ഭൗതിക ലോകത്തെ ദുനിയാവിലെ ഏറ്റവും ആനന്ദദായകമായ, ഏറ്റവും സന്തോഷ നിർഭരമായ, ഏറ്റവും അനുഗ്രഹീതമായ രംഗങ്ങളിലാണ് അവർ. പ്രത്യക്ഷത്തിൽ ആ കാഴ്ച നിന്നെ പ്രയാസപ്പെടുത്തുമെങ്കിലും അവരകത്തളങ്ങൾ, അവരുടെ മനോമുഖരങ്ങൾ, അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ദുനിയാവിലെ ഏറ്റവും സന്തോഷത്തിൽ ആറാടുകയായിരിക്കും. അവരേറ്റവും അനുഗ്രഹത്തിന്റെ പാരമ്യതയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ തൗഹീദിന് ശിരസാവഹിച്ചവരായിരിക്കും. വഖദ് ഫാറഖുൽ ഔതാന വൽ അഹ്ല റഗ്ബതൻ വലം യസ്നിഹിം ലദ്ദാതുഹും വത്തനഉമു. അതെ, വിദൂര പ്രദേശങ്ങളിൽ നിന്ന് സ്വദേശങ്ങൾ വിട്ട്, വേണ്ടപ്പെട്ടവരെ വിട്ട് അവർ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, മോഹത്തോടെ, അഭിലാഷത്തോടെ എത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? വലം യസ്നിഹിം ലദ്ദാതുഹും വത്തനഉമു, അവർക്ക് ദുനിയാവിൽ ലഭിച്ച ഭൗതിക സുഖങ്ങളും ആസ്വാദനങ്ങളും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് വേണ്ടി, അവന്റെ സ്വർഗം നേടാൻ വേണ്ടി, അവന്റെ മഗ്ഫിറത്ത് നൽകാൻ വേണ്ടി, മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി, ജനിച്ചു വീണ പാപസുരക്ഷിതനായ ഒരു കുഞ്ഞിനെ പോലെ സ്ഫുടം ചെയ്ത മുഅ്മിനീങ്ങളാകാൻ വേണ്ടി ആ പ്രതീക്ഷയിലാണ് സർവവും, സ്വത്തും വീടും നാടും സുഖങ്ങളും ഉപേക്ഷിച്ച് അവർ വന്നത്. അതൊന്നും അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. യസീറൂന മിൻ അഖ്താരിഹാ വഫിജാജിഹാ റിജാലൻ വറുക്ബാനൻ വലില്ലാഹി അസ്ലമു. അതേ, രാജ്യങ്ങൾ താണ്ടി, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന്, ദുർഘടമായ മലമ്പാതകളിലൂടെ കാൽനടയായും വാഹനപ്പുറത്തും അവരെത്തിയിരിക്കുന്നു. വലില്ലാഹി അസ്ലമു, റബ്ബേ, അല്ലാഹുവേ, നിനക്ക് കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി. അസ്ലമു അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അല്ലാഹുവിന് തൗഹീദിൽ സർവസ്വം സമർപ്പിച്ചുകൊണ്ട്, വലിൻഖിയാദു ലഹു ബിത്വാഅ, അല്ലാഹുവിന് അനുസരണം കൊണ്ട് വിധേയത്വം കാണിച്ചതുകൊണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അഖിലവും നെഞ്ചേറ്റാൻ സന്നദ്ധരായിക്കൊണ്ട്, വൽബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി, തൗഹീദിന്റെ സമ്പൂർണതയിൽ ശിർക്കിനോട് യാതൊരു സംയമനവും പാലിക്കാതെ ശിർക്കിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും വിടുതൽ പ്രഖ്യാപിച്ചുകൊണ്ട് തൗഹീദിൽ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിച്ചവരായി യഥാർത്ഥ മുസ്ലിമീങ്ങളായവരെത്തിയിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈകകളുടെ രഹസ്യങ്ങളും ആത്മാവും ജീവനുമെന്ന് ചുരുങ്ങിയ വാചകങ്ങളിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നമ്മെ കേൾപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുന്നവർക്കും ഹജ്ജിനെ ആഗ്രഹിക്കുന്നവർക്കും ലോകത്തെ സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇതിലെ പാഠങ്ങൾ ജീവിതത്തിലെ ദർശനമായി മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ നെഞ്ചേറ്റാൻ, അതിലായി ജീവിച്ചു മരിക്കാൻ പാഠമായി അല്ലാഹു നിശ്ചയിക്കുമാറാകട്ടെ. അവർക്ക് അതിനുള്ള തുറവിയും അതുപോലെ തന്നെ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, തൽബിയത്തിൻ്റെ വാചകങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേകം രഹസ്യങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അതിലൊന്നാമതായി ലബ്ബൈക എന്ന അതിലാദ്യ വാക്ക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന വാക്ക്. സർവ്വ വിളികൾക്കും ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന തൗഹീദിന്റെ കാതലായ വശം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മോട് സംസാരിക്കാത്ത, നമ്മെ കേൾക്കാത്ത, നമുക്കുത്തരം ചെയ്യാത്ത, നമുക്കൊരു ഗുണവും ദോഷവും ചെയ്യാത്ത ആരോടും നമ്മൾ തേടാൻ പാടില്ല. അവരുടെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യാൻ പാടില്ല. നമ്മുടെ വിളിയാളങ്ങൾ അവരിലേക്ക് ഉയർത്താൻ പാടില്ല എന്ന തൗഹീദിന്റെ ബാലപാഠം ലബ്ബൈക അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന വാക്ക് നമ്മെ അറിയിക്കുന്നു. ദുനിയാവിൽ ഭൗതിക ലോകത്ത് ആരോടെങ്കിലും ഇതാ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, അവൻ കാണില്ല, അവൻ നമുക്ക് ഉത്തരം ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമോ? സൃഷ്ടികൾക്കിടയിൽ കേൾക്കാത്ത, നമ്മെ കാണാത്ത, നമ്മെ അറിയാത്ത, നമ്മോട് സംസാരിക്കാൻ കഴിവില്ലാത്ത നിർജീവമായ ഒരു വസ്തുവിനോട് ചെന്നിട്ട് ഞാൻ നിനക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുമോ? പറയൂ നിങ്ങൾ, അത് കേവല ബുദ്ധി അംഗീകരിക്കുമോ? പിന്നെങ്ങനെയാണ് മൺമറഞ്ഞു പോയവരോടും 6 അടി മണ്ണിൽ മൺകൂനകൾക്ക് താഴെ കിടക്കുന്നവരോടും വിഗ്രഹങ്ങളോടും കല്ലിനോടും വൃക്ഷങ്ങളോടും മഖബറകളോടും ജാറങ്ങളോടും എങ്ങനെയാണ് മനുഷ്യർക്ക് വിളിച്ചു തേടാൻ സാധിക്കുക? ലബ്ബൈക്കയുടെ ആദ്യ വാക്കിൽ തന്നെ ആ മഹത്തായ പാഠം അല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. രണ്ടാമതായി സഹോദരങ്ങളെ, തൽബിയത്തിന്റെ അർത്ഥങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും സ്നേഹത്തോടെയുള്ള വിളിയാളമാണ്, അതിനുള്ള ഉത്തരമാണത്. ലബ്ബൈക എന്ന വാചകം തൽബിയത്ത് എന്നത് ലുബ്ബിൽ നിന്നുണ്ടായതാണ്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഇംറഅത്തുൻ ലബ്ബ എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെ അതിയായി സ്നേഹിക്കുന്ന ഉമ്മ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം, മറ്റാരോടുമല്ല. അല്ലാഹുവേ ഞാൻ നിന്റെ വിളിക്കുത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന മുവാജിഹുൻ ലക ബിമാ തുഹിബ്, നീ ഇഷ്ടപ്പെടുന്നത് പോലെ, നിന്റെ ഇഷ്ടത്തിനൊത്ത്, നിന്റെ ഇഷ്ടദാസനായി അടിമയായി ഞാനിതാ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു റബ്ബേ എന്നതാണ്. അതുകൊണ്ട് ഓരോ ഹാജിയും ഹജ്ജിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നേടുന്നത്, അവന്റെ ഇഷ്ടത്തിലാണ് കഴിയുന്നത്. ആ ഇഷ്ടത്തിലൂടെയാണ് അവൻ ഹജ്ജിന്റെ കർമ്മങ്ങൾ പുരോഗമിക്കുന്നത്. ആ ഇഷ്ടത്തിൽ നിന്ന് ജീവിതകാലം മുഴുവൻ പുറത്തു കടക്കാൻ അവൻ അനുവാദമില്ല എന്ന തത്വം അവിടെ അറിയിക്കുന്നുണ്ട്. മൂന്നാമതായി സഹോദരങ്ങളെ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന തൽബിയത്തിന്റെ വാചകം, അതിന്റെ മറ്റൊരർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞു, ഇഖാമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾ സദാ ജീവിതത്തിൽ പാലിക്കുക. ദവാമുൽ ഉബൂദിയ്യ, അല്ലാഹുവിനെ മരിക്കുവോളം അവനെ അനുസരിച്ച് ജീവിക്കുക എന്ന പ്രഖ്യാപനമാണത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ അന മുഖീമുൻ അലാ ത്വാഅതി, അല്ലാഹുവേ നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ തയ്യാറാണ്, എനിക്കൊരു തടസ്സവുമില്ല, ഞാൻ റെഡിയാണ്. ആ പ്രഖ്യാപനമാണത്. ഞാനത് ചെയ്യുന്നവനാണ്, നിർവഹിക്കുന്നവനാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഹാജിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ അനുസരിച്ച് ജീവിക്കാൻ, സദാ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് നിന്റെ അടിമയാകാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ സന്നദ്ധനാണ് റബ്ബേ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അതാണ് അതിന്റെ മൂന്നാമത്തെ രഹസ്യം. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിക്കലാണ്, അവന് മുമ്പിൽ വിനയാനിതനാകലാണ്, അവന് മുമ്പിൽ നീ കീഴൊതുങ്ങലാണ്. ദുനിയാവിൽ ഒരു പക്ഷേ നീ ഹാജിയായി അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് എത്തിയിരിക്കുന്നുവെങ്കിലും നീ ഒരു രാഷ്ട്രനായകനായേക്കാം, നീ ഒരു ഭരണാധികാരിയായേക്കാം, നീ നേതാവായിരിക്കാം, നീ ഒരു രാജാവായിരിക്കാം. പക്ഷേ നിന്റെ ഭൗതിക ലോകത്തെ സ്ഥാനങ്ങളും അധികാരവും താൻ പോരിമയും അഹന്തയും പൊങ്ങച്ചവും നിന്റെ ധാർഷ്ട്യവും നിന്റെ ആത്മപ്രശംസയുമെല്ലാം തച്ചു തകർക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിക്കുന്ന, അവന്റെ അടിമയായി വിനയാന്വിതനാകുന്ന, നീയായി മാറുന്ന, അള്ളാഹുവിന്റെ അടിമയായി മാറുന്ന
യഥാർത്ഥ രംഗമാണത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ അതിന്റെ തുറന്ന സമ്മതമാണ്. അഞ്ചാമതായി പറയാം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിൽ ഇഖ്ലാസ് ആണുള്ളത്, തൗഹീദ് മാത്രമാണുള്ളത്. ലബ്ബൈക് അല്ലാഹുമ്മ, അല്ലാഹുവേ നിനക്കും മാത്രം, ലബ്ബൈക് നിന്റെ വിളിക്കും മാത്രം ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നീ മാത്രം. അൻത വഹ്ദ, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, സ്തുതികളും അനുഗ്രഹങ്ങളും അധികാരവും ആധിപത്യവും നിനക്കു മാത്രം. ഞാനത് സമ്മതിക്കുന്നു, നിനക്കു മാത്രം മാത്രം മാത്രം. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അൻത വഹ്ദ. അതുകൊണ്ട് തൗഹീദ് മാത്രം, ഇഖ്ലാസ് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരം മാത്രമാണ് തൽബിയത്തിന്റെ മന്ത്രധ്വനികളിലുള്ളത്. സഹോദരങ്ങളെ, ആറാമതായി ഞാൻ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ ദുആക്ക്, വിളികൾക്ക്, തേട്ടങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ കണ്ണുനീരിന്, നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്ക് ശമനം നൽകാൻ, പരിഹാരം നൽകാൻ, വിടുതൽ നൽകാൻ, തുറവി നൽകാൻ അവൻ മാത്രമാണ് കഴിവുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കേൾക്കുന്നവനാണ്. സമീഉൻ ഖരീബ്, അവൻ നമ്മുടെ സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് അല്ലാഹു നിനക്ക് കൺമുമ്പിലുള്ള ഒരാളെ അഭിസംബോധന ചെയ്യുന്ന കാഫുൽ ഖിതാബ്, അഭിസംബോധനയുടെ പ്രയോഗമാണ് ലമീറാണ് അതിലുള്ളത്. നിനക്ക്, നിന്നോട്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. മുമ്പിലുള്ള ഒരാളുമായി സംവദിക്കുന്നത് പോലെ, അല്ലാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാനിന്റെ, ഉബൂദിയത്തിന്റെ ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്നു ഹാജി തക്ബീറിന്റെ, തൽബിയത്തിന്റെ മന്ത്രധ്വനികളിലൂടെ. അല്ലാഹുവേ, നിന്നെ കാണുന്നത് പോലെ നിന്നോട് ഞാൻ തേടുന്നു, നിനക്ക് ഇബാദത്തുകൾ ചെയ്യുന്നു. നീ എന്നെ കാണുന്നു, ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും മുൻപിലുള്ള ഒരാളോട്, ഏറ്റവും അടുത്ത സമീപത്തുള്ള ഒരാളോട് സംവദിക്കുന്നത് പോലെ തൽബിയത്തിന്റെ വാചകങ്ങളിലെ പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അല്ലാഹു ഏറ്റവും അടുത്തവനാണ്, നമുക്ക് സമീപസ്ഥനാണ്, അവൻ നമ്മുടെ കാര്യങ്ങൾക്ക് മതിയായവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന് അവന്റെ അടിമ പോരെ, അല്ലാഹുവിന്റെ അടിമക്ക് അവൻ പോരെ, അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു മതിയായവനല്ലേ എന്ന് അല്ലാഹു ചോദിച്ചതുപോലെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സാമീപ്യം, അവന്റെ അടുപ്പം തൽബിയത്തിന്റെ വാചകങ്ങൾ നമ്മിലേക്ക് അറിയിക്കുന്നു. തൽബിയത്ത് നമ്മൾ ഉരുവിടുന്ന രംഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹജ്ജിന്റെ വേളകളിൽ ഹജ്ജ് ചെയ്തവർക്ക് കൂടുതൽ ബോധ്യപ്പെടും. നിസ്കാരത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം വീട്ടുന്നത് വരെ നിസ്കാരത്തിന്റെ ഓരോ റുക്നുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. തക്ബീറത്തുൽ ഇന്തിഖാൽ അല്ലേ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നമ്മൾ നിൽക്കുന്നു. റുകൂഇലേക്ക് പോകുമ്പോൾ തക്ബീർ, സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ, അതിനിടയിൽ ഇരിക്കുമ്പോൾ തക്ബീർ, ഉയരുമ്പോൾ തക്ബീർ, സലാം വീട്ടുന്നത് വരെ നിസ്കാരത്തിന്റെ ഓരോ അംഗചലനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. അതുപോലെ ഹജ്ജിന്റെ ഓരോ രംഗങ്ങളിലും തവാഫ് ചെയ്യുന്നത് വരെ തക്ബീർ, തവാഫ് ചെയ്താൽ തക്ബീർ ഇല്ല, പിന്നെ അടുത്ത റുക്നിലേക്ക് പ്രവേശിക്കുന്നത് വരെ, ഇങ്ങനെ ഓരോ റുക്നിലും പ്രവേശിക്കുന്നത് അതിനിടയിൽ നമ്മൾ തൽബിയത്ത് കൊണ്ട് മുഖരിതമാക്കണം. ആ റുക്നിൽ പ്രവേശിച്ചാൽ പിന്നെ തൽബിയത്തില്ല. ഇങ്ങനെ അവസാനം ജംറകളിൽ എറിയുന്നത് വരെ തൽബിയത്ത് നിർവഹിക്കുന്നു. ഹദിയ കൊണ്ട്, അതല്ലെങ്കിൽ പിന്നെ തലമുണ്ടനം ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തഹല്ലുലാകുന്നു. അതുവരെയും തൽബിയത്ത് അതിനിടയിൽ. അതുകൊണ്ട് തൽബിയത്ത് എന്നത് ഇബാദത്തുകളിൽ നിന്ന് ഇബാദത്തുകളിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാനുള്ള, ഇബാദത്തുകളുടെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള സ്ഫുടം ചെയ്യലാണ്, സംസ്കരണമാണ്. ഇങ്ങനെ സഹോദരങ്ങളെ എണ്ണി പറയുകയാണെങ്കിൽ അനേകം 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 പാഠങ്ങൾ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കാൻ ഗ്രന്ഥങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൽബിയത്തിന്റെ, തക്ബീറിന്റെ, തൗഹീദിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, ഇഖ്ലാസിന്റെ, ഇത്തിബാഇന്റെ, ത്വാഅത്തിന്റെ, അല്ലാഹുവിലേക്കുള്ള ഉബൂദിയത്തിന്റെ, ഇസ്ലാമിന്റെ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, ഇബ്രാഹിം മില്ലത്തിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ സർവ്വ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له
ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أحسن الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇംറാനിലൂടെ നമ്മെ നിരന്തരം, അതല്ലെങ്കിൽ സൂറത്തു ആലു ഇംറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. സൂറത്തു നിസായിലേക്ക് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വീണ്ടും നമ്മെ കൽപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു സൂറത്തു തൗബയിലൂടെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ, ജനങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, സത്യസന്ധരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടണം. വീണ്ടും അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നല്ല സംസാരം സംസാരിക്കുക എന്നിങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. ഞാനും നിങ്ങളും ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണം. അവന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അതിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖിനെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നാം ആവശ്യപ്പെടണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ അവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തഖ്വയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ഈ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൂർത്തീകരിച്ച് തന്നിട്ടുള്ള ദീനാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹു പറയുന്നു, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വദാഇന്റെ സാഹചര്യത്തിൽ ആയത്തിറക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് തന്ന ഈ ദീനിന് 5 സ്തംഭങ്ങളുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 5 സ്തംഭങ്ങളുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 സ്തംഭങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന സാക്ഷ്യ നിർവഹണം, അതുപോലെ തന്നെ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. വഇഖാമി സ്വലാത്തി വഈതാഇ സകാത്തി വഹജ്ജിൽ ബൈത്തി വസൗമി റമദാൻ, ശേഷം അവിടുന്ന് പഠിപ്പിക്കുകയാണ് നിസ്കാരം നിലനിർത്തണം. രണ്ടാമത്തെ സ്തംഭമായി പഠിപ്പിച്ചു നിസ്കാരം നിലനിർത്തുക. ഈതാഉ സകാത്ത്, സകാത്ത് നിങ്ങൾ നൽകുക. അതുപോലെ തന്നെ അവിടുന്ന് പഠിപ്പിക്കുകയാണ് വഹജ്ജിൽ ബൈത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ഹജ്ജ് അത് നിർവഹിക്കണം. വസൗമി റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം. എന്നിങ്ങനെ 5 കാര്യങ്ങൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു.
ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നാലും. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ 5 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഷഹാദത്താണ് ഒന്നാമത്തേത്. വതുഖീമസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. വതുഅതിയസ് സകാത്ത്, സകാത്ത് നൽകണം. വതസൂമ റമദാൻ, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം. വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സാധിക്കുകയാണെങ്കിൽ, സാമ്പത്തികമായും ആരോഗ്യപരമായും എല്ലാം കൊണ്ടും നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ഹജ്ജ് ചെയ്യണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലുള്ള, ജനങ്ങളുടെ മേലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ്. അല്ലാഹു പഠിപ്പിക്കുന്നത് പോലെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതഅ ഇലൈഹി സബീല, ഇതാ ജനങ്ങൾക്കുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ഹഖ്. എന്താണ്? ശേഷം അല്ലാഹു പറയുകയാണ്, ഹജ്ജുൽ ബൈതി മൻ ഇസ്തതഅ ഇലൈഹി സബീല, സാധിക്കുന്നവർ അവർ ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണത്. അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് അലന്നാസ്. അറബി പഠിക്കുന്നവർക്കറിയാം, അലന്നാസ് എന്ന പ്രയോഗം അവിടെ നിർബന്ധമാണ് എന്നുള്ളതിനെ അറിയിക്കുകയാണ്. അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതഅ ഇലൈഹി സബീല, സാധിക്കുന്നവർ അവർക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇത്രമേൽ സ്ഥാനമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള ഈ ദീനിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഹജ്ജ്, അതിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. ഇഖ്ലാസോട് കൂടിയിട്ടുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഹജ്ജ്, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇത്രമേൽ ശ്രേഷ്ഠതയുള്ള ഈ ഒരു കർമ്മം സഹോദരങ്ങളെ, അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിലൂടെ ചില കാര്യങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ മഖാസിദുൽ ഹജ്ജ് എന്നുള്ള വിഷയത്തിൽ ധാരാളമായി സംസാരിക്കാറുണ്ട്. അഥവാ ഹജ്ജിന്റെ ലക്ഷ്യങ്ങൾ, ഹജ്ജ് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന്. അതിൽ സഹോദരങ്ങളെ, ഒന്നാമതായി പരാമർശിക്കപ്പെടുന്ന ഒന്ന് തഹ്ഖീഖു തൗഹീദ് എന്നുള്ളതാണ്. തൗഹീദിന്റെ സാക്ഷാത്കാരം എന്നുള്ളതാണ്. തൗഹീദ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഇദാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് കഅബ പണിയാനുള്ള സ്ഥലം നാം സൗകര്യം ചെയ്തു കൊടുത്തു. ശേഷം പറയുകയാണ്, അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീൻ വറുക്അഇസ് സുജൂദ്, ഇദാ തവാഫ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അവിടെ നിസ്കരിക്കുന്നവർക്കും എല്ലാം വേണ്ടി ആ ബൈത്ത്, ആ കഅബ അത് പരിശുദ്ധമാക്കണം. ഇത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയുന്നു, തഹിർ എന്നുദ്ദേശിക്കുന്നത് ഷിർക്കിൽ നിന്നും മറ്റു മ്ലേച്ഛതകളിൽ നിന്നുമെല്ലാം അതിനെ സംരക്ഷിക്കണം, അതിനെ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൽപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇതാ ധാരാളം അമലുകളുണ്ട് ഹജ്ജിന്റെ ഇടയിൽ. ഇഹ്റാമിൽ കയറിയത് മുതൽ തൽബിയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ശറഅക്കപ്പെടുകയാണ്. ആ തൽബിയത്തിൽ എന്താണ് പറയുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസിൽ പഠിപ്പിക്കുന്നു, ثم أهل بالتوحيد, ശേഷം തൗഹീദ് കൊണ്ട് ഇഹ്ലാൽ ചെയ്യപ്പെടുകയാണ്. അഥവാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിയിട്ടുണ്ട്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, റബ്ബേ നിനക്ക് പങ്കുകാരില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, ഇതാ സർവസ്തുതിയും നിനക്കുള്ളതാണ്, എല്ലാവിധ നിഅമത്തുകളും നീ നൽകുന്നതാണ്. ലക വൽ മുൽക്ക്, അതുപോലെ തന്നെ സകലതിന്റെയും ആധിപത്യം അത് നിന്റെ പക്കലാണ് റബ്ബേ എന്ന് പറയുകയാണ്. ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല എന്നിങ്ങനെ തൗഹീദ് ആവർത്തിക്കപ്പെടുകയാണ്. ഇതാ സഅയിന്റെ ഘടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദാ അവിടെ പ്രാവർത്തികമാക്കപ്പെടുന്ന ദുആകളിൽപ്പെട്ട ഒന്നാണ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സർവസ്തുതിയും അവനുള്ളതാണ്. ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ എല്ലാത്തിന്റെയും ആധിപത്യം അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വക്കലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് സകലവിധ കഴിവും ഉണ്ട്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. അറഫ ദിനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ,
ഇതാ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ എന്നുള്ളത്, പ്രാർത്ഥന എന്നുള്ളത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ള സംസാരം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല, നീ ഏകനാണ്. ലഹുൽ ഹംദു ലകൽ, നിനക്കാണ് സർവസ്തുതിയും സകല ആധിപത്യവും അത് നിന്റെ പക്കലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നിങ്ങനെ നിരന്തരമായി അറഫയിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ഹജ്ജിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നിമിഷമാകട്ടെ, ഏതൊരു നിമിഷത്തിലാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം വിളിച്ചാരാധിക്കുക, തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ അതിനുള്ളതാണ് ഏറ്റവും പ്രധാനമായും നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇതാ അവർ കൽപ്പിക്കപ്പെട്ടത് എന്താണ്? ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം. അതാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദാരിയാത്തിലൂടെ അല്ലാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെ ആകട്ടെ ജിന്ന് വർഗത്തെ ആകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് തൗഹീദാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. തൗഹീദിന് വേണ്ടിയിട്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് സകല പ്രവാചകന്മാരും നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഹജ്ജും തൗഹീദും തമ്മിലുള്ള ബന്ധം. തൗഹീദാണ് സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഇബാദത്തിലായിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് വേണ്ടി നാം നിരന്തരമായി ദുആ ചെയ്യണം. അവർക്കുള്ള ഹജ്ജ്, അവരുടെ ഹജ്ജ് അത് എളുപ്പമാക്കി കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുക. وفقنا الله وإياكم وأقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അഥവാ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ ഈ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പരമാവധി അടുക്കാൻ ഈ ദിവസങ്ങളിൽ നാം പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി തൗഫീഖിനെ ചോദിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വരുന്ന ദിവസങ്ങളിൽ അറഫ എന്ന മഹത്തരമായ ഒരു ദിവസം വരാനുണ്ട്, യൗമു അറഫ. ഹാജിമാർ അറഫയിലായിരിക്കുന്ന ആ ഒരു സന്ദർഭം സഹോദര, നാം ഓരോരുത്തരും ഇബാദത്തുകളിൽ മുഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി ദുആയിൽ ഏർപ്പെടണം. നോമ്പ് അത് നമ്മുടെ ജീവിതത്തിലേക്ക്, അതല്ലെങ്കിൽ നോമ്പ് നാം അനുഷ്ഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കപ്പെടുകയുണ്ടായി, അറഅയ്ത സിയാമ അറഫ. അല്ലാഹുവിന്റെ റസൂലെ, അറഫ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അഹ്തസിബു ഇൻദല്ലാഹി അൻ യുകഫിറ സനതൽ മാദിയ വൽ ബാഖിയ. ദാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുത്തു നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആ ഒരു ദിനം നാം നോമ്പനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ വരുന്ന ദിവസങ്ങൾ പരമാവധി ഇബാദത്തുകളിൽ ഏർപ്പെടുക. അതോടൊപ്പം അറഫ ദിനം അത് പരമാവധി നല്ല രൂപത്തിൽ അതിനേക്കാൾ, അഥവാ ഈ ദിനങ്ങളെക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരം എടുക്കാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നേരത്തെ നാം സൂചിപ്പിച്ച ഹദീസ് പോലെ, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ പ്രാർത്ഥന എന്നുള്ളത്
അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ശേഷം അവിടുന്ന് പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. സഹോദരങ്ങളെ, തൗഹീദിലായിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശറആക്കിയ രൂപത്തിൽ അവിടുന്ന് എങ്ങനെയാണോ അല്ലാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഫഖന അല്ലാഹു വഇയ്യാകും. اللهم أمتنا على الإسلام والإيمان، اللهم أمتنا على الإسلام والإيمان يا رب العالمين. اللهم أمتنا على الإسلام والإيمان والتوحيد. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عيوننا يا رب العالمين. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عيننا يا رب العالمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم احفظ بلاد المسلمين يا رب العالمين. اللهم احفظ بلاد المسلمين يا رب العالمين. اللهم احفظهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم عليك بالمشركين ومن عاونهم وناصرهم. اللهم عليك باليهود ومن عاونهم وناصرهم يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على رسول الله وعلى آله وصحبه أجمعين.